പ്രിയപ്പെട്ട അധ്യക്ഷൻ മഹമ്മൂദ് ക, വേദിയിലിരിക്കുന്ന ഏരിയ സെക്രട്ടറി സഖാവ് പ്രമോദ് ദാസ്, രാജഗോപാലൻ മാസ്റ്റർ, സന്തോഷ് ട്രോഫി ടീം അംഗം ഫുജൈർ, മറ്റ് വേദിയിലെ ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, CPIM സംസ്ഥാനത്തെമ്പാടും വർഗീയതയ്ക്കെതിരെ കേരളം കലാപഭൂമിയാക്കരുത് എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. അത്തരത്തിലൊരു ക്യാമ്പയിൻ CPIMനെ ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പരാമർശിച്ചു എന്നുള്ളതാണ്. കേരളം മതനിരപേക്ഷതയ്ക്ക് പേരുകെട്ട നാടാണ്. എല്ലാ വർഗീയതയ്ക്കെതിരെയും ഏറ്റവും കർക്കശമായ നിലപാട് സ്വീകരിച്ചു പോയ നാടാണ് കേരളം. ഓരോ ഘട്ടത്തിലും വർഗീയ ശക്തികൾ കേരളത്തിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ വർഗീയ ശക്തികളെ കേരളത്തിലെ ജനങ്ങൾ വളരാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ്. RSSനും അതോടൊപ്പം ജമാഅത്ത് ഇസ്ലാമിക്കും മുസ്ലിം ലീഗിനും SDP-ക്കുമെല്ലാം കേരളത്തിലെ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ചേരിതിരിക്കണം. അതിനെന്താണ് മാർഗം? മതത്തിൻ്റെ പേരിൽ ചേരിതിരിച്ചാൽ മാത്രമേ അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരം ഒരു നീക്കം അവർ നടത്തുന്നത്. ഇപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ തിരിച്ചടിയേറ്റു. വോട്ടിംഗ് ശതമാനം നല്ലതുപോലെ BJPയുടെ കുറഞ്ഞു. വീണ്ടും ഭരണത്തിലേക്ക് വരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ച UDF-നിട്ട് ഭരണം കിട്ടിയുമില്ല. തകർന്നിരിക്കുന്നു CPM എന്ന് വിലപിച്ചവരുടെ മുമ്പാകെ CPM ശക്തമായി കേരളത്തിന്റെ അധികാരത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. തുടർ ഭരണം കേരളത്തിൽ CPM-ന് ലഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ലക്ഷ്യം തുടർ ഭരണമല്ല, ഞങ്ങളുടെ ലക്ഷ്യം തുടർച്ചയായ ഭരണമാണ്. ആ തുടർച്ചയായ ഭരണത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ CPM ശ്രമിക്കുമ്പം അത് തടയണമെങ്കിൽ ഇവിടെ ഹിന്ദു മുസ്ലിം എന്ന പേരിൽ ആളുകളെ തമ്മിലടിപ്പിക്കണം. അതിനെന്താണ് മാർഗം? ഞങ്ങൾ അധികാരം ഏറ്റെടുത്തത് 2021 മെയ് 25. പലതരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമാണ് ഒരു ഭാഗത്ത് RSS, മറുഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമി, SDP, മുസ്ലിം ലീഗ്, ഇവരെല്ലാം ചേർന്ന് ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ യാദൃച്ഛികമായി ഇവിടെ എത്തിയ ഒരാളാണ്. ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട നേതൃത്വം വന്ന് ക്ഷണിച്ചപ്പം, ഇത്രയും ദൂരം എന്നെ കാണാമെന്ന് ക്ഷണിച്ചപ്പം ഞാൻ ഒഴിയാൻ വേണ്ടി പല കളിയും കളിച്ചപ്പോൾ അവസാനം നിങ്ങൾ ഇഷ്ടമുള്ള ഡേറ്റ് പറ എന്ന് പറഞ്ഞ് നമ്മളവിടെ വീണുപോയില്ലേ. അങ്ങനെയാണ് ഞാനിതിവിടെ എത്തിയത്. ഇവിടെ ഞാൻ പരിപാടി 1 മാസം മുമ്പ് കൊടുത്തത്. അപ്പോഴേക്കും കേരളത്തിനകത്ത് സംഘർഷം വ്യാപിച്ചു, മതസ്പർദ്ധ പടർത്താനുള്ള നീക്കം ശക്തിപ്പെട്ടു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാനിവിടെ വരേണ്ടതിൻ്റെ ആവശ്യകത ശക്തിപ്പെട്ടത്. നിങ്ങൾക്കറിയാം, ഡിസംബർ 1 തലശ്ശേരിയിൽ ഒരു പ്രകടനം നടന്നു. ബാങ്കുകളൊന്നും മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ ബാങ്ക് വിളികൾ ഉയരില്ല മുദ്രാവാക്യ. മുസ്ലിങ്ങൾക്ക് 5 നേരം നമസ്കരിക്കാൻ ബാങ്ക് വിളികൾ ഉയരില്ല എന്ന മുദ്രാവാക്യം തലശ്ശേരിയുടെ തെരുവിലൂടെ RSS മുഴക്കിപ്പോയപ്പോൾ പിറ്റേന്ന് തന്നെ അവിടെ DYFI പ്രതിഷേധം സംഘടിപ്പിച്ചു. ആ പ്രതിഷേധത്തിൽ വെച്ച് CPIM നേതൃത്വം പറഞ്ഞു, മുസ്ലിം പള്ളികളിൽ നിന്ന് ബാങ്കൊലി സംഗീതം പോലെ പുറത്തേക്ക് ഒഴുകും. മുസ്ലിം മതവിശ്വാസികൾ നെഞ്ചുവിരിച്ച് തല ഉയർത്തി നമസ്കരിക്കാൻ പോകും. അവർക്ക് കാവൽ നിൽക്കാൻ UK-യുടെ പിന്മുറക്കാർ ഉറക്കമിളച്ചിരിക്കും എന്ന പ്രഖ്യാപനമായിരുന്നു ഡിസംബർ മാസം 2 ഞങ്ങൾ തലശ്ശേരിയിൽ നടത്തിയത്. തലശ്ശേരിക്ക് ഒരു ചരിത്രമുണ്ട്. ഞങ്ങളൊന്നും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല കേട്ടോ. 50 വർഷം മുമ്പ് കേട്ടോ. എനിക്ക് 50 വർഷം ആയിട്ടില്ല. എൻ്റെ വയസ്സ് ഏതാണെങ്കിൽ ഗണിച്ചെടുക്കാൻ പറ്റുമല്ലോ. തലശ്ശേരി കലാപത്തിന്റെ 50 വർഷം പിന്നിടുന്നു. തലശ്ശേരി കലാപത്തിന്റെ 50 വർഷം പിന്നിടുന്ന ഘട്ടത്തിൽ
തലശ്ശേരിയിൽ ഞങ്ങളുടെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുക. എല്ലാ ലോക്കലിലും 2 ഏരിയയിൽ ഡിസംബർ 28 മുതൽ ജനുവരി 4 വരെ തലശ്ശേരി കൂത്തുപറമ്പ് സംസ്ഥാന കമ്മിറ്റിയുടെ ക്യാമ്പയിന്റെ ഭാഗമായി ജനുവരി 4 സഖാവ് UK രക്തസാക്ഷിത്വ ദിനത്തിൽ സംസ്ഥാനത്തെമ്പാടും ലോക്കലിൽ നടക്കുമ്പം മറ്റ് ലോക്കലിലും പരിപാടി നടക്കും. തലശ്ശേരി കലാപം നടക്കുമ്പം ഞാൻ ജനിച്ചിട്ടില്ല, എൻ്റെ ഉമ്മ മംഗലവും കഴിച്ചിട്ടില്ല. തലശ്ശേരി കലാപം പൊട്ടിപ്പുറപ്പെട്ടത് 971 ഡിസംബർ മാസം 28 അർദ്ധരാത്രി, ഫലത്തിൽ 29. തലശ്ശേരി പാർട്ടി ഓഫീസ്, ഇപ്പോഴുള്ള പാർട്ടി ഓഫീസിന്റെ തൊട്ട് പിറകിലായി ഏതാണ്ട് ഒരു 10-200 മീറ്റർ, ഇവിടെ ഇവർക്കൊക്കെ അറിയാം, മാഷ്കൊക്കെ അറിയാം, മാഷെന്നെ കാണാൻ ഓഫീസിൽ വന്നതാ. പിറകുവശം മേലൂട്ട് അമ്പലമുണ്ട്. മേലൂട്ട് അമ്പലത്തിലേക്ക് പോകുന്ന കലശഘോഷയാത്ര, ആ കലശഘോഷയാത്രക്ക് നേരെ തലശ്ശേരി OV റോഡിലെ നൂർജഹാൻ ഹോട്ടലിൽ വെച്ച് ചെരിപ്പെറിഞ്ഞു എന്നായിരുന്നു പ്രചരണം. നിങ്ങൾ ആലോചിക്കണം, ഫേസ്ബുക്ക് ഇല്ല, വാട്സാപ്പ് ഇല്ല, ട്വിറ്റർ ഇല്ല, മൊബൈൽ ഫോണിൽ ഒന്നുമില്ല. എങ്ങനെയാണ് RSS വർഗീയ കലാപം സംഘടിപ്പിക്കുന്നത്? ഫേസ്ബുക്ക് ഇല്ലാത്ത കാലത്ത്, വാട്സാപ്പ് ഇല്ലാത്ത കാലത്ത്, മൊബൈൽ ഇല്ലാത്ത കാലത്ത്, ട്വിറ്റർ ഇല്ലാത്ത കാലത്ത് നുണ പ്രചരിപ്പിച്ച് വർഗീയ കലാപം സംഘടിപ്പിച്ച പ്രസ്ഥാനമാണ് RSS. വർഗീയത വന്നാൽ എന്താ പ്രശ്നം? വർഗീയത വരുമ്പോൾ നിങ്ങളുടെ യുക്തിചിന്ത പോകുമേ. നിങ്ങളുടെ മനസ്സിനകത്ത് എങ്ങനെ ഹിന്ദുവിനെ ആക്രമിക്കാം, മുസ്ലിമിന്റെ മനസ്സിൽ, ഹിന്ദുവിന്റെ മനസ്സിൽ മുസ്ലിമിനെ എങ്ങനെ കൊല്ലാം, അതായിരിക്കും ചിന്ത. നിങ്ങളുടെ യുക്തിചിന്ത, നിങ്ങളുടെ സാമാന്യബോധം എല്ലാം നഷ്ടപ്പെടും. എങ്ങനെയെങ്കിലും മുസ്ലിമിനെ ഹിന്ദുവിനെ പരസ്പരം കൊല്ലണമെന്ന ചിന്ത നിങ്ങളുടെ മനസ്സിനകത്ത് കടന്നു കയറുമ്പോ നിങ്ങളുടെ സാമാന്യ ബുദ്ധി നഷ്ടപ്പെടും. പിന്നീട് നിങ്ങളുടെ ലക്ഷ്യം എങ്ങനെ മറ്റു മതസ്ഥരെ കൊല്ലാമെന്നായിരിക്കും. പ്രചരിപ്പിക്കപ്പെട്ട നുണകളിൽ ഒന്ന്, തലശ്ശേരി കലാപത്തിന്റെ ഘട്ടത്തിൽ മേലൂട്ട് മടപ്പുരയിലെ കലശഘോഷയാത്രക്ക് നേരെ കല്ലേറ്. പിന്നീട് കണ്ടെത്തിയത് ഒരു RSS കാരൻ ഉണ്ടാക്കിയ പ്രശ്നമാണ്. പിന്നീട് നടന്ന പ്രചരണം എന്താ? പിന്നീട് നടന്ന പ്രചരണം അതിരാവിലെ ടൈപ്പ് റൈറ്റിംഗ് ക്ലാസ്സിന് പോകുന്ന ഹിന്ദു പെൺകുട്ടികളുടെ മുലയരിഞ്ഞു. ഇതായിരുന്നു ഒരു പ്രചരണം. പിന്നെ നടന്ന പ്രചരണം SN കോളേജിലേക്ക് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെ മുസ്ലിങ്ങൾ ആക്രമിച്ചു. നിങ്ങൾ ആലോചിക്കണം, ഇപ്പൊ ലീവല്ലേ, ഡിസംബർ മാസം 28, 29 ക്രിസ്തുമസിന്റെ ലീവാ. നമ്മുടെ ആരുടെയും ചിന്തയിൽ ക്രിസ്തുമസ് ഉണ്ട്, ചിന്തയില്ല. കോളേജ് അടച്ചു, ചിന്തയില്ല. നിങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്നത് ഹിന്ദു പെൺകുട്ടികൾ ആക്രമിച്ചിരിക്കുന്നു. അങ്ങ് കത്തിപ്പടരല്ലേ, കലാപത്തിന് ഇറങ്ങി പുറപ്പെടുകയല്ലേ. അതിരാവിലെ 5 മണിക്ക് ടൈപ്പ് റൈറ്റിംഗ് ക്ലാസ് തുടങ്ങില്ല എന്ന് ആർക്കറിയാത്തത്? പക്ഷെ RSS പടുത്തുവിട്ട നുണ, തലശ്ശേരിയിൽ ടൈപ്പ് റൈറ്റിംഗിന് പോയ ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിം ചെറുപ്പക്കാർ കയ്യേറ്റം ചെയ്തിരിക്കുന്നു. ഇതിന്റെ പേരിലാണ് 569 കേന്ദ്രങ്ങൾ, 569 അക്രമങ്ങൾ തലശ്ശേരിയിൽ അരങ്ങേറിയത്. ലീഗുകാരെ എടിയും കണ്ടില്ല, കോൺഗ്രസിന് എടിയും കണ്ടില്ല. വിമോചന സമരത്തിൽ പങ്കെടുത്തവരായിരുന്നു ഞങ്ങളുടെ കുടുംബം. വിമോചന സമരത്തിൽ പങ്കെടുത്ത ഞങ്ങളുടെ കുടുംബം 971 72 ഏതാണ്ട് ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന വർഗീയ കലാപത്തിലൂടെ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. ഞങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ, ഞങ്ങൾ വേദന നിന്നുമ്പോൾ ഞങ്ങളെ സ്വാന്തനിപ്പിക്കാൻ, ആശ്വസിപ്പിക്കാൻ ചെങ്കൊടിയേന്തിയ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ ഉണ്ടാകൂ എന്ന തിരിച്ചറിവായിരുന്നു പിന്നീട് തലശ്ശേരിയിലെ മതന്യൂനപക്ഷങ്ങളെ CPM ചേരിയിലേക്ക് അടുപ്പിച്ചത്. തലശ്ശേരി ചുവന്നത് വെറുതെ ചുവന്നല്ല കേട്ടാ. ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ തോപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം പിത്തിനിയാ പറഞ്ഞത്. BJPന്റെ സ്ഥാനാർത്ഥി പോവുകയും ചെയ്തു. പിന്നെ ഒരു പഹയനുണ്ടല്ലോ, സുരേഷ് ഗോപി, ഓൻ പറഞ്ഞ ജയിക്കാനേ പാടില്ല. പക്ഷെ എന്റെ വോട്ടും കൂടി, ഭൂരിപക്ഷം കൂടി. അതാണ് തലശ്ശേരി. എന്റെ മുൻചൂടിയിട്ടൊന്നല്ല കേട്ടാ. അവർ തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ ചെങ്കൊടിക്ക് മങ്ങലേറ്റാൽ, ചെങ്കൊടി പാർട്ടി തകർന്നു പോയാൽ, വർഗീയ കലാപമുണ്ടായാൽ ഞങ്ങളെ സംരക്ഷിക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഉണ്ടാവില്ല എന്ന് 50 വർഷം മുമ്പ് തിരിച്ചറിഞ്ഞ നാടാണ് തലശ്ശേരി. അതാണ് തലശ്ശേരി ചുവന്നത്. എത്ര ആള് കൊല്ലപ്പെട്ടു, എത്ര ആളുകൾ. എന്റെ ഏരിയയിൽ മാത്രം 26 സഖാക്കൾ കൊല ചെയ്യപ്പെട്ടു. 26 പേർ. ഞങ്ങളുടെ പാർട്ടി സമ്മേളനം വരുമ്പോഴാണല്ലോ രക്തസാക്ഷി കുടീരത്തിൽ നിന്നും ദീപശിഖയുമായി ഞങ്ങൾ സഖാക്കളുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ദീപശിഖ കൊളുത്തി പോകുന്നത്. പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ
തലശ്ശേരി എന്ന് പറയുമ്പോൾ വലിയ സ്ഥലമൊന്നുമില്ല, വളരെ ചെറിയ ഒരു ചക്കച്ചെത്ത് പോലത്തെ സ്ഥല. 3 പഞ്ചായത്തും മാഹി മുനിസിപ്പാലിറ്റിയും തലശ്ശേരിയും ആകെയുള്ള സ്ഥല. ഒരു 10 കിലോമീറ്റർ ചുറ്റളവില 26 ആൾ കൊല്ലപ്പെട്ടത്. എന്താ കാരണം? 971 തലശ്ശേരി കലാപം RSSനെ പഠിപ്പിച്ച പാഠം CPIM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിന്നാൽ അവരുടെ വർഗീയത നടപ്പിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് CPIMനെ തകർക്കണം. അന്ന് തുടങ്ങിയ ആക്രമണം ഇപ്പോഴും തുടരുന്നു. ഞങ്ങളുടെ സഖാക്കളെ ആക്രമിക്കുക, കൊലപ്പെടുത്തുക, ഞങ്ങളുടെ പാർട്ടി സ്ഥാപനങ്ങൾ ആക്രമിക്കുക, പാർട്ടി നേതാക്കന്മാരെ കായികമായി ഇല്ലായ്മ ചെയ്യുക, പാർട്ടി സഖാക്കൾക്ക് നേരെ കള്ളക്കേസ് കൊടുക്കുക, ഇത് ഇപ്പോഴും തുടരുക. ആടെ പിന്നെ നേതാവ് പണിയൊന്നുമില്ല കേട്ടോ, ആർക്കും രക്ഷ, കുഴപ്പം വന്ന ആർക്കും രക്ഷയില്ല. ഇപ്പൊ എന്റെ വീടിന് പോകുമ്പോൾ പറഞ്ഞിട്ടില്ലേ, അതാണ് RSS. പക്ഷെ ഇവർക്കൊന്നും മുന്നിൽ മുട്ടുമടക്കാൻ ഞങ്ങൾ തയ്യാറല്ല. തലശ്ശേരി കലാപത്തിന്റെ ഘട്ടം നിങ്ങൾ ഓർക്കണം. ആരുമില്ല. ലീഗ് മമ്മൂക്കൈ ഇപ്പൊ പിന്നീട് തെറ്റുതിരുത്തി അദ്ദേഹം നാഷണൽ ലീഗായി മുസ്ലിം ലീഗ് വിട്ടു. ലീഗുകാർ ഏടി ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിന്റെ നേതൃത്വം എവിടെയും സംരക്ഷിക്കാനുണ്ടായിട്ടില്ല. ഇന്ദിരാ കോൺഗ്രസ് എവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ അവർ പ്രചരിപ്പിച്ചത് വർഗീയ കലാപ ഭൂമിയിൽ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഡിസംബർ 28-ന്. 29-ാം തീയതി CPMന്റെ നേതൃത്വം തലശ്ശേരി കലാപത്തെ കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് ജോസഫ് വിധേയത്തിൽ കമ്മീഷൻ, ആ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു, ആ കമ്മീഷൻ റിപ്പോർട്ട് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പം കൊടിവെച്ച കാറിൽ ചിലർ സഞ്ചരിച്ചിരുന്നു. അവരാണ് കലാപകാരികളിൽ നിന്നും മുസ്ലിങ്ങളെ രക്ഷിച്ചത്. ആ കൊടിവെച്ച കാറിൽ സഞ്ചരിച്ച ഒരാൾ ഇന്ന് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ഇവിടെ പ്രസംഗിച്ചല്ലോ. കോഴിക്കോട്ടെ കടപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വം പ്രസംഗിച്ചു. ചെത്തുകാരന്റെ മകൻ പരസ്യ ആക്ഷേപ. അദ്ദേഹം എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, ചെത്തുകാരന്റെ മകനാണ് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഒരു കാര്യം ലീഗിനോട് പറയാം, എന്റെ പ്രസംഗം ശ്രമിക്കുന്നവരോട്, കേരളത്തിലെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പാണക്കാട്ട് കുടുംബത്തിലല്ല. കേരളത്തിലെ മുസ്ലിങ്ങൾ സംരക്ഷണം പ്രതീക്ഷിക്കുന്നത് ഈ ചെത്തുകാരന്റെ മകനില. അതാണ് അവർ മുസ്ലിങ്ങൾ ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിലെത്തിച്ചത്. നിങ്ങൾ ആക്ഷേപിച്ചല്ലോ, ആ ചെത്തുകാരന്റെ മകനാണ് ഉണ്ടായത്. അതാ ചെത്തുകാരന്റെ മകനെ മുസ്ലിങ്ങൾക്ക് ഇഷ്ട. നിങ്ങൾ ആക്ഷേപിക്കുന്ന പിണറായി വിജയൻ ചെറുപ്പക്കാരനാ. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിലൊരു ഫോട്ടോ ഉണ്ട്, EMS സന്ദർശിച്ച. എൻ്റെ ഉമ്മയുടെ ഒരു എളാമയുണ്ട്, നല്ല ഉശിരിൽ സംസാരിക്കും, മരിച്ചുപോയി. 2016 തെരഞ്ഞെടുപ്പിൽ എനിക്ക് വോട്ട് ചെയ്തു, എണ്ണാൻ ഭാഗ്യം ഉണ്ടായില്ല, അപ്പോഴേക്കും മരിച്ചു. അവര് പൊട്ടിത്തെറിച്ചു. അന്ന് CH മുഹമ്മദ് കോയയും സംഘവും പരിവാരങ്ങളും വീട് സന്ദർശിച്ചു. വീട് സന്ദർശിച്ച ഘട്ടത്തിൽ എൻ്റെ ഉമ്മയുടെ സഹോദരി മരിച്ചുപോയി. അവർ പൊട്ടിത്തെറിച്ചുകൊണ്ട്, ഉമ്മാമ്മയുടെ സഹോദരിയെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു, പോലീസ് ഓഫീസറുടെ നേതാക്കന്മാർ ഉദ്യോഗസ്ഥർ വരുമ്പോൾ പോലീസുകാരുണ്ടാവുമല്ലോ, അകമ്പടി പോലീസുകാരനെ കാണിച്ചു, ഇയാൾ ഈ നിൽക്കുന്ന ആൾ ഞങ്ങളുടെ വീട് ആക്രമിക്കുമ്പോ ഞങ്ങൾ ഓടി റോഡിലേക്ക് പോയി, പോലീസ് വാഹനം തടഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ വീട് ആക്രമിക്കുന്നു. തിരിഞ്ഞു നോക്കാതെ പോലീസ് വാഹനം ഓടിച്ചു കളയുന്നത്. ഇത് ചരിത്രമാണ്. ലീഗ് ഓർക്കണം, ഇത് ചരിത്രമാണ്. അന്നത്തെ ആഭ്യന്തരമന്ത്രി കരുണാകരനാ. അന്ന് കേരളം ഭരിച്ചവർ ഒരക്ഷരം മിണ്ടിയില്ല. ലീഗ് പ്രധാനപ്പെട്ട ശക്തിയാ. CH മുഹമ്മദ് കോയ സാഹിബ് ഉൾപ്പെടെ ഒന്നും മിണ്ടിയില്ല. തലശ്ശേരി കലാപത്തിന്റെ ഘട്ടത്തിൽ ഒരു റോളും UDF വഹിച്ചില്ല എന്ന് മാത്രമല്ല, കലാപകാരികൾക്കൊപ്പം ചേരുന്ന സമീപനമായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചത്. കരുണാകരൻ ഏതാണ്ട് ഉണ്ടല്ലോ, കുറച്ചൊക്കെ ശാന്തമായി കണ്ടപ്പോൾ മെല്ലനെ വന്നു. റെസ്റ്റ് ഹൗസിൽ കോൺഗ്രസ് നേതാക്കന്മാർ ഇരുന്നിട്ട് പറഞ്ഞു, കലാപം സംഘടിപ്പിച്ചത് മാർക്സിസ്റ്റ് കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നു പ്രചരിപ്പിച്ചു. മാർക്സിസ്റ്റ് കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത് എന്ന് പ്രചരിപ്പിച്ചോ എന്ന് പറഞ്ഞു. തലശ്ശേരിയിലെ മുസ്ലിങ്ങൾ അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എവിടെ മാർക്സിസ്റ്റുകാർ? അവരായിരുന്നു ഞങ്ങൾക്ക് സാന്ത്വനമേകിയത്, ഞങ്ങൾക്ക് സംരക്ഷണം ഒരുക്കിയത്. അവരെ കുറിച്ച് നുണ പറഞ്ഞാൽ ഈ നാട് വിശ്വസിക്കില്ല. ആ നുണ പറയാൻ ഒരു മടിയും കാണിക്കാത്ത വിഭാഗമാണ് ഈ UDF സംവിധാനം. തലശ്ശേരി കലാപത്തിന്റെ ഘട്ടത്തിൽ മാർക്സിസ്റ്റ് കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് സഖാവ് പാട്യൻ ഗോപാലിനെ എഴുതിയ ലേഖനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ആ കേന്ദ്രം ഇപ്പൊ ഇങ്ങക്ക് പറഞ്ഞാൽ തിരിയൂല. കൃത്യമായി UDFന്റെ കേന്ദ്രങ്ങൾ
UDF-ന്റെ കേന്ദ്രങ്ങൾക്കകത്തായിരുന്നു വർഗീയ കലാപങ്ങളും മുസ്ലിങ്ങൾ അക്രമത്തിനിരയായതും. ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ മുസ്ലിം ഭവനങ്ങൾക്ക് സംരക്ഷണമൊരുക്കാൻ CPM-ന്റെ വോളണ്ടിയർമാർ കാവൽ നിന്നു എന്നാണ് ചരിത്രം. ഈയിടെ മരിച്ചുപോയ PT തോമസ്. പരസ്പരം ഞങ്ങളൊക്കെ ലോഗ്യ, പക്ഷെ നുണ മാത്രമേ പറയൂ. നിയമസഭക്കകത്ത് കഴിഞ്ഞ നിയമസഭയിൽ, ഈ സഭയല്ല കേട്ടോ, ഈ 15ാമത് സഭയില്ല, 14ാമത് നിയമസഭയിൽ അദ്ദേഹം പ്രസംഗിച്ചു. UK കുഞ്ഞിരാമൻ മരിച്ചത് കള്ളുഷാപ്പിൽ അടിയുണ്ടാക്കിയിട്ടാ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ എങ്ങനെയാണ് ഒരു മനുഷ്യന് ഒരു സഭക്കകത്ത് വന്ന് നുണ പറയാൻ തോന്നുന്നത്? അദ്ദേഹം പ്രസംഗിച്ചു, UK കുഞ്ഞിരാമൻ മരിച്ചത് കള്ളുഷാപ്പിൽ അടിയുണ്ടാക്കിയിട്ടാ. ലീഗിനോട് ഞാനൊന്ന് പറയുന്നു, വമൻ അമൽ മിസ്കാല ദർറത്തിൻ ശർറൈറ വമൻ അമൽ മിസ്കാല ദർറത്തിൻ ഹൈറൈറ. അണുമണിത്തുക്കം നന്മ ചെയ്താൽ അതിന് ഫലം കിട്ടും, അണുമണിത്തുക്കം തിന്മ ചെയ്താൽ അതിന് ഈ പരലോകത്ത് വെച്ച് കണക്ക് പറയേണ്ടി വരും. അതാ ഇസ്ലാം പറയുന്നത്. നിങ്ങളിവിടെ നുണ പറഞ്ഞ അങ്ങ് അനുഭവിക്കേണ്ടി വരുന്ന. അവര് PT തോമസ് നുണ പറയുമ്പോ TV ഇബ്രാഹിമും സംഘവും മേശ കടിച്ചു കൊടുത്തു. നല്ല അടിയ നുണ പറയുമ്പോ. എന്നിട്ട് ചോദിച്ചു PT തോമസ്, തലശ്ശേരി കലാപം കഴിഞ്ഞ് സഭാ സമ്മേളനം ചേർന്ന ഫെബ്രുവരി 1972, നിങ്ങൾ പറയുന്ന പിണറായി വിജയൻ സഭയിൽ എന്തെങ്കിലും ഉന്നയിച്ചോ? ഞങ്ങളൊന്നും ജനിച്ചിട്ടില്ലല്ലോ. പിന്നെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നു ഞങ്ങൾ അതിന് പ്രതീക്ഷ. ഞാനുണ്ട് സഭയിൽ, സ്വരാജ് ഉണ്ട്, അതുപോലെ തന്നെ TV രാജേഷ് ഉണ്ട്. ഞങ്ങൾ സ്തബ്ധരായി നിന്നു, ഞങ്ങളും ബഹളം വെച്ചു. പക്ഷേ വസ്തുത വേണമല്ലോ. സ്വരാജ് നിയമസഭാ ലൈബ്രറിയിൽ പോയി ബുക്ക് പരിശോധിച്ചു. 72 ഫെബ്രുവരി മാസത്തെ നിയമസഭയുടെ പ്രത്യേകത, നിയമസഭയിൽ എന്ത് പ്രസംഗിച്ചാലും രേഖയിലുണ്ടാവും. ഒരു 50 വർഷം കഴിഞ്ഞ് നിങ്ങൾ പോയി പരിശോധിച്ചാൽ 2021 ജൂൺ മാസം AN ഷംസീർ നിയമസഭയിൽ ഇതേ ദിവസം എന്ത് പ്രസംഗിച്ചു ആണ് രേഖ ഉണ്ടാവും. സഭാരേഖ മുഴുവനും പരിശോധിച്ചപ്പോൾ കണ്ടു പിണറായി വിജയൻ ഒന്നും മിണ്ടിയില്ല, മാർക്സിസ്റ്റുകാരൊന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞപ്പോ പിണറായി വിജയൻ ആയിരുന്നില്ല അന്ന് സഭയിലെ CPM-ന്റെ പ്രമുഖ നേതാവ്, തീപ്പൊരി നേതാവ്. സഭയിലെ CPM-ന്റെ പ്രമുഖ നേതാവ് ബാലാനന്ദൻ സഭക്കകത്ത് ഉന്നയിച്ചു, മെരുവമ്പായി പള്ളിക്ക് കാവൽ നിൽക്കാൻ പോയ സഖാവ് UK കുഞ്ഞിരാമനെ RSSകാർ ആക്രമിച്ചു കൊന്നിരിക്കുന്നു. സഭാരേഖയിലുണ്ട്. സഭയിലെ മറ്റൊരു പ്രമുഖ നേതാവ് KR ഗൗരിയമ്മ ഉന്നയിച്ചു. പിറ്റേ ദിവസം സഭയിലെ ഏറ്റവും ജൂനിയർ അംഗമായ സഖാവ് പിണറായി വിജയൻ സബ്മിഷനിലൂടെ തന്റെ മണ്ഡലത്തിൽ നടന്ന കൊലപാതകം ജനശ്രദ്ധയിൽ കൊണ്ടുവന്നു, സഭയുടെ ശ്രദ്ധയിൽ. ഇതാണ് ചരിത്രം. ഈ ചരിത്രത്തെ നിഷേധിച്ചുകൊണ്ട് PT തോമസിനെ പോലെ മൺമറഞ്ഞു പോയ കോൺഗ്രസ് നേതാക്കൾ നുണ പറയുമ്പം ആ നുണ ഏറ്റെടുത്ത ലീഗുകാർ പറയും, മാർക്സിസ്റ്റുകാരാ നിങ്ങളല്ലേ ആക്രമിച്ചത്. നുണ പറയുന്നവരുടെ സംഘമായി UDF മാറുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോ ആസൂത്രിതമായി വീണ്ടും കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റാൻ. അതുകൊണ്ടാണ് CPM ഈ ക്യാമ്പയിൻ ഇട്ടിരിക്കുന്നത്. കോഴിക്കോട്ട് കടപ്പുറത്ത് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചറിയോ? ലീഗ് എന്താ പറയുന്നത്? ഞങ്ങൾ മതനിരപേക്ഷ പാർട്ടിയാണ്, ഞങ്ങൾ മതനിരപേക്ഷ പാർട്ടിയാണ് എന്ന് പ്രസംഗിക്കുന്ന ലീഗ് ഇപ്പോ പറയാൻ തുടങ്ങി. ലീഗിന്റെ ഒരു തോറ്റ MLA മതമാണ് 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 പ്രശ്നം, മതമാണ് പ്രശ്നം എന്ന് ലീഗിന്റെ തോറ്റ MLA പറയുമ്പം അതിനോട് കോൺഗ്രസിന്റെ നിലപാടെന്ത്? അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ മകളെ ആക്ഷേപിക്കുന്നു, മരുമകനെ ആക്ഷേപിക്കുന്നു, കുടുംബത്തെ ആക്ഷേപിക്കുന്നു, വർഗീയ ചിന്ത പ്രചരിപ്പിക്കും വിധം ആസൂത്രിതമായി നുണപ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നു. ഉണ്ട് ഇവരാരെങ്കിലും? കോഴിക്കോട്ട് ലീഗ് നടത്തിയ പൊതുസമ്മേളനത്തിൽ ലീഗ് നേതൃത്വം നടത്തിയ പ്രസംഗത്തെ കോൺഗ്രസ് ഒരു അക്ഷരമുണ്ടിയോ? അപ്പൊ ഒരു ഭാഗത്ത് ലീഗിനെ ഉപയോഗിച്ചുകൊണ്ട് വർഗീയത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു, മറുഭാഗത്ത് കോൺഗ്രസ് നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നു. കേരളത്തെ കലാഭൂമിയാക്കി മാറ്റാൻ ശ്രമം നടക്കുന്നു. ഇവിടെ RSS ഒരു ഭാഗത്തുണ്ട്. മലപ്പുറക്കാർക്ക് അതിന്റെ ഭീകരത അറിയാത്ത ആളാ. നിങ്ങൾ ആലോചിക്കണം, 71-ൽ 50 വർഷം മുമ്പ് വാട്സപ്പ് ഇല്ലാത്ത, ഫേസ്ബുക്ക് ഇല്ലാത്ത, ട്വിറ്റർ ഇല്ലാത്ത കാലത്ത് നുണ പ്രചരിപ്പിച്ച് കലാപമുണ്ടാക്കിയ ആൾക്കാരാ. അപ്പൊ എളുപ്പത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വല്ലാത്ത രീതിയിൽ അസാമാന്യ ശേഷിയുള്ളവർ RSS. ആ RSS ഇന്ത്യയിൽ ഇപ്പൊ നടത്തുന്നെന്താ? നിങ്ങള് മലയാള മനോരമയും മാതൃഭൂമിയിലും നമ്മളെ പറ്റിയുള്ള പിത്തിന മാത്രമേ ഉണ്ടാവും. CPM-നെ പറ്റിയുള്ള പിത്തിന സകലതും ഉണ്ടാവും. ഈ 2021 ഡിസംബർ 17-നും 19-നും ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനത്തെ ഹരിദ്വാറിൽ ചില RSS സ്വാമിമാർ നടത്തിയ പ്രസംഗം എന്താ അറിയോ? RSSന്റെ സ്വാമിമാർ നടത്തിയ പ്രസംഗം സ്വാമി നരസിംഹാനന്ദ പ്രസംഗിച്ചെന്താ അറിയോ?
നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ ഹിന്ദു പ്രഭാകരനാവണം. ഹിന്ദു പ്രഭാകരൻ എന്ന് പറഞ്ഞാൽ പ്രഭാകരൻ ഹിന്ദു തന്നെ, പക്ഷെ ഇത് ഉദ്ദേശിച്ച തമിഴ് മറ്റേ പുലി പ്രഭാകരനാവണം. പുലി പ്രഭാകരനായാൻ ഒരാൾ വന്നാൽ അയാൾക്ക് 1 കോടി ഇനാം. മുസ്ലിങ്ങളെ തൂത്തെറിയണം ഇന്ത്യയിൽ നിന്നും, മുസ്ലിങ്ങളെ തൂത്തെറിയണം ഇന്ത്യയിൽ നിന്നും എന്ന് ഡിസംബർ 17-നും 19-നും ഹരിദ്വാറിലെ മീറ്റിംഗിനകത്ത് RSSന്റെ സ്വാമിമാർ പ്രസംഗിച്ചപ്പം അതിനെതിരെ ഒരു അക്ഷരം മോഡി മിണ്ടിയോ? അതിനെതിരെ ഒരു അക്ഷരം NDA ഗവൺമെന്റ് മിണ്ടിയോ? അതിനപലപിക്കാൻ നിങ്ങൾ കൊണ്ടു നടക്കുന്ന കോൺഗ്രസ് നേതൃത്വം തയ്യാറായോ? അതിനെതിരെ ശബ്ദിച്ചത് CPIMന്റെ പോളിറ്റ് ബ്യൂറോ ആണ്. CPIMന്റെ പോളിറ്റ് ബ്യൂറോയാണ് അത് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റിൽ നമ്മൾ തോൽവി എന്നൊക്കെ പറഞ്ഞ 1.5 തോൽവിയാ. ഞാൻ പാർലമെന്റ് സെക്രട്ടറിയാ. ഞാൻ വിചാരിച്ച അവസാനം ജയരാജൻ ഉരുണ്ട് കെട്ടി വീഴുന്ന 5000 വോട്ടിന്. ഇതൊരൊറ്റ പോകല്ലേ. UDF ജയിച്ചു. എന്തേനും മോനെ തുള്ളല്. ലീഗുകാർക്ക് പിന്നെ നമ്മൾ തോക്കുമ്പോൾ കുറച്ച് അഹന്ത കുറച്ച് കൂടുമല്ലോ. 19 സീറ്റ് അങ്ങനെ ചങ്ങായി അങ്ങനെ മൂപ്പർ തടി കഴിച്ചിലാക്കി വന്നേ രാഹുൽ ഗാന്ധി. ഇവിടുത്തെ ആൾക്കാരോട് ജമാഅത്ത് ഇസ്ലാമി ലീഗും പറഞ്ഞു, ഇതാ മോഡിയെ മാറ്റണ്ടേ, മോഡിയെ മാറ്റണം, മോഡിയെ മാറ്റി സർക്കാരിനെ കൊണ്ടുവരണം. അതിനാര്? കോൺഗ്രസിനെ ഒറ്റകക്ഷിയാക്കണം. നിങ്ങളെല്ലാം കൊണ്ടുപോയി രാഹുൽ ഗാന്ധി കൂത്തണം. രാവിലെ തന്നെ സുബൈക്ക് ബിസ്മിയും കൂട്ടി ഞങ്ങളോട് എതിർപ്പില്ലാത്ത മുസ്ലിങ്ങൾ ഉൾപ്പെടെ കൊണ്ടുപോയി കൈപ്പത്തിക്ക് കുത്തി. ബോട്ട് എണ്ണി കഴിഞ്ഞപ്പോഴാ ഇത് തല പോയ തെങ്ങിനാ വളകിട്ടെന്ന് മനസ്സിലായത്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ കുറച്ച് ആളുണ്ടെങ്കിലോ? നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഞങ്ങൾക്കാകെ ഒരാളേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പറയാം, 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഒരു 10-13 സീറ്റ് ഇന്ത്യൻ പാർലമെന്റിനകത്തുണ്ടായില്ല. കൂക്കൊന്നും ചെയ്യില്ല നമ്മള്. ഇവരൊന്നും വിടുന്നില്ല, കൂക്കൊന്നും ചെയ്യില്ല നമ്മള്. നിങ്ങൾ കൂക്കുന്നുണ്ടാ? നിങ്ങൾ പോക്കേയില്ല. രാഹുൽ ഗാന്ധി പിന്നെ പോക്കേയില്ല. രാഹുൽ ഗാന്ധിയൊക്കെ ഡിസാസ്റ്റർ ടൂറിസ്റ്റാ. ദുരന്ത സ്ഥലത്ത് ഇങ്ങനെ പോവും, കണ്ണടിക്കും പോവും. ജയിച്ച ചങ്ങായിമാർ ആരൊക്കെയാ? ഒന്ന് നമ്മൾ MP മുരളീധരൻ. ഡൽഹി പോയി കഴിഞ്ഞാൽ ഒരക്ഷരം ഉണ്ടൂല. ഇവിടെ വന്നിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് മേയറെ ചീത്ത വിളിക്കും. ഇതാ മെയിൻ പണി. പിന്നെ അതിന്റെ അപ്പുറത്ത് കാസർകോട്ട് മൂപ്പറ പറഞ്ഞ അനക്കാ സീറ്റൊന്നും വേണ്ടെന്നാ. ആദ്യം സീറ്റ് കൊടുത്ത പറഞ്ഞ അനക്ക് കുടിക്കാൻ വെള്ളം തരുന്നില്ല, ഉച്ചക്ക് ചോറിന് പൊരിച്ചയില്ല, ബഹളം വെച്ചാളാ. വോട്ടും കഴിഞ്ഞ് എണ്ണാൻ ഞാൻ വരൂല. വാശി പിടിച്ച് ലീഗുകാർ പറഞ്ഞാൽ നിങ്ങൾ വരണേ. അങ്ങനെ എണ്ണുന്ന ദിവസം പുരയിലിരുന്നു. TV നോക്കുമ്പോൾ ലീഡ്. അപ്പം പറഞ്ഞേ, ഇത് ശരിയാണോ? അപ്പുറത്തെ പുരയിൽ നോക്കുമ്പോൾ അപ്പുറത്തെ പുരയിലും ലീഡ്. ജയിച്ച് വല്ല കാര്യമുണ്ടാ? എന്തെങ്കിലും മിണ്ടുന്നുണ്ടാ? കേരളത്തിൽ ജയിച്ചു പോയ കോൺഗ്രസിൽ ആകെ മിണ്ടുന്ന തരൂർ നമുക്ക് ഇഷ്ടമില്ല. എന്തെങ്കിലും ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പറയാൻ പറ്റുന്ന ആകെ ചങ്ങായി ശശി തരൂരാ. ശശി തരൂരിനാണെങ്കിൽ ഇവിടുത്തെ സുധാകരേട്ടന് ഇഷ്ടമല്ല. പിന്നുള്ളെല്ലാം കടലാസ് മാറിപ്പോയി കഴിഞ്ഞാൽ ധന്യവാദ് കഴിഞ്ഞു. ജയിച്ചു പോയി. ഇവിടുത്തെ ലീഗിന്റെ എംപിമാരും കണക്കന്നെയാണ്. കടലാസ് ഇങ്ങനെ നോക്കിയിട്ട് ഇതിങ്ങനെ മേശമേൽ വെച്ച് പെട്ടെന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ധന്യവാദ് ഇരുന്ന്. ഇതല്ലേ മുത്തലാഖ് ബില്ല് വന്നു? മിണ്ടിയില്ല. ഫാസിസത്തിനെതിരെ ചിറകെട്ടാൻ ഇവിടുന്ന് ജയിപ്പിച്ചു പോയാളുണ്ട്. എന്താണ്ടായേ? മൂപ്പുറ ബിരിയാണി ചെമ്പിന്റെ ദമ്മ് പൊട്ടിച്ചപ്പോ ഇങ്ങോട്ട് വന്നു. എന്താ പറഞ്ഞ? മുത്തലാഖ് ബില്ല് മിണ്ടിയോ? CAA പൗരാവകാശ നിയമം ലീഗ് മിണ്ടിയില്ല. മുസ്ലിങ്ങൾക്ക് നേരെ ആസൂത്രിതമായ കലാപം സംഘടിപ്പിക്കാൻ RSSും സംഘപരിവാറും ശ്രമിക്കുമ്പം അതിനെതിരെ പ്രതിരോധിക്കാൻ CPM, ഞങ്ങൾ ചെറിയ പാർട്ടിയാ, ഞങ്ങൾ നിങ്ങളെ പോലെ ബടായൊന്നും പറയുന്നില്ല, ഞങ്ങൾ വലിയ തയമ്പിള്ള, ഞങ്ങൾക്ക് ശക്തി കുറവുണ്ട്. ഒരു കാര്യം ഞങ്ങൾ പറയാം, ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിൽ ഈ ചെങ്കൊടിക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഹരിദ്വാറിൽ ഒരു സ്വാമിയും തോന്നിയാസം പറയായിരുന്നില്ല. ഞങ്ങളുടെ പാർട്ടി കരുത്തുണ്ടായിരുന്നെങ്കിൽ, ഈ പാർട്ടിക്ക് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും ഒരുപോലെ സ്വാധീനമുണ്ടായിരുന്നെങ്കിൽ ഒരു മുസ്ലിമും ആക്രമിക്കപ്പെടുമായിരുന്നില്ല. അവിടെ പകരം ഞങ്ങൾ മരിക്കും. കേരളത്തിൽ ഞങ്ങൾ മരിക്കുന്നത് പോലെ. ഇവിടെ ഇപ്പൊ എന്താ സ്ഥിതി? രാജ്യത്തെമ്പാടും ആസൂത്രിതമായ കലാപത്തിന് RSS പരിശ്രമിക്കുന്നു. RSS പരിശ്രമിക്കുമ്പം അതിനെതിരെ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന എന്താ? കേരളത്തിലാണെങ്കിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ രണ്ടും കടഞ്ഞു പരിശ്രമിക്കുക.
ഒരു ഭാഗത്ത് RSS പറഞ്ഞത് ഞങ്ങൾ നിസ്കരിക്കാൻ ബാങ്കുലികൾ ഉയരില്ല പള്ളികളിൽ നിന്നും എന്ന് പ്രസംഗിച്ച ഒരു ഭാഗത്ത്, മറുഭാഗത്താണെങ്കിൽ SDPI ജമാഅത്ത് ഇസ്ലാമി. എന്താ കൊലപാതകം? ഷാൻ കൊല്ലപ്പെട്ടു. ഷാൻ കൊല്ലപ്പെട്ടപ്പോ മണിക്കൂറിൽ കൊണ്ട് രഞ്ജിത്ത് എന്ന അഡ്വക്കേറ്റ് കൊല്ലപ്പെട്ടു. 2 പേർ 1-1. എന്താ ലക്ഷ്യം? RSS ലക്ഷ്യമിടുന്നത് വർഗീയ കലാപം. അതിന് മറുഭാഗത്ത് SDPIയുടെ കൊലപാതകം. എന്താ നിങ്ങൾ കണ്ടില്ലേ? യാ ഷഹീദ് അസ്സലാം. പുതിയ മുദ്രാവാക്യം. ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത പുതിയ പദാവലികൾ കേരളീയ പൊതുസമൂഹത്തെ ഈ മുസ്ലിം തീവ്രവാദ സംഘടനകൾ പഠിപ്പിക്കാൻ ശ്രമിക്കുക. എന്താ? യാ ഷഹീദ് അസ്സലാം. പത്രപ്രവർത്തകരോട് സുഡാപ്പിയുടെ ഒരു നേതാവ് പറഞ്ഞു, ഇത് വിലാപയാത്രയല്ല, ഇത് ഉന്മാദയാത്രയാണ്, ഇത് ആഹ്ലാദയാത്രയാണ്, ഞങ്ങൾ പൊട്ടിച്ചാടുകയാണ്, ഞങ്ങൾ തുള്ളിച്ചാടുകയാണ്, ഇതുപോലത്തെ മരണമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഷഹീദിന് സ്വർഗമാണ്. എന്താണ് ഷഹീദ്? ഷഹീദ് രക്തസാക്ഷിയാണ്, തർക്കമില്ല. യാ ഷഹീദ് അസ്സലാം, രക്തസാക്ഷിക്ക് സലാം. യാ ഷഹീദ് അസ്സലാം എന്ന മുദ്രാവാക്യം പള്ളി ഖബർസ്ഥാനിൽ വെച്ചും വീടുകളിൽ നിന്നും SDPIയുടെ ആളുകൾ വിളിക്കുമ്പം ചെറുപ്പക്കാർ പഠിപ്പിക്കുന്നുണ്ട്. ഈ SDPI പറയുന്നത്, മോനെ ഇവിടെ ഇനി മരിച്ച അങ്ങ് സ്വർഗം എന്നാ, അതുകൊണ്ട് നല്ലോണം കിട്ടുന്നാളെ ചാമ്പിക്കോ. ഇനി അഥവാ അപകടത്തിൽ മരിച്ച സ്വർഗം കിട്ടുന്ന. ഷഹീദിന് രക്തസാക്ഷിക്ക് സ്വർഗമുണ്ടോ? ഇസ്ലാമിന്റെ ഷഹീദ് ആരാ? ഇസ്ലാമിന്റെ ഷഹീദ് ഈ രാജ്യത്തിന് വേണ്ടി പൊരിഞ്ഞു മരിച്ചവനാ. ആരാണ് ഇസ്ലാമിന്റെ ഷഹീദ്? ഇസ്ലാമിന്റെ ഷഹീദ് ജീവൻ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് മരിക്കുന്നവനാ. അവന് സ്വർഗം കൊടുക്കുന്നു ഇസ്ലാം. രാജ്യത്തിന് വേണ്ടി പൊരിഞ്ഞു മരിച്ചവന് ഇസ്ലാം സ്വർഗം കൊടുക്കുന്നു. പിന്നെ ആരാണ് ഷഹീദ്? ചില കുഞ്ഞുങ്ങൾ പ്രസവത്തിൽ മരിച്ചു പോകും. അത്തരം കുഞ്ഞുങ്ങൾക്ക് ഇസ്ലാം സ്വർഗം നൽകുന്നു. സ്ത്രീകൾ പ്രസവത്തിന്റെ സമയത്ത് മരിച്ചു പോകുന്നു. അത്തരം ആളുകൾക്ക് സ്വർഗം കിട്ടും എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഈ ഷഹീദിന് എവിടെ സ്വർഗം? എന്റെ പ്രസംഗം ക്ഷമിക്കുന്ന മുസ്ലിം തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആളുകളുണ്ടെങ്കിൽ വളരെ വിനയത്തോടെ എന്റെ ചോദ്യം, ആരായിരുന്നു പ്രവാചകൻ? വർഗീയമായി ചിന്തിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വിഭാഗീയമായി ചിന്തിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വർഗീയതയ്ക്ക് വേണ്ടി ജീവിക്കുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുന്നവൻ, വർഗീയത പ്രചരിപ്പിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് ഇസ്ലാം അസന്നിഗ്ധമായി പഠിപ്പിക്കുമ്പോൾ എവിടെയാണ് നിനക്ക് സ്വർഗം? ഷാൻ എന്ന ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടു. NDF-ന്റെ പ്രവർത്തകരെ ആവേശപ്പെടുത്താൻ പറയുന്നു, ആർക്ക് സ്വർഗം കിട്ടും? സ്വർഗം കിട്ടുമോ? പിന്നെ ഇസ്ലാം യുദ്ധത്തിൽ പറയുന്ന മര്യാദയുണ്ട്. എന്താ? ഇസ്ലാം യുദ്ധം അനുവദിക്കുന്നപ്പോഴാ നിങ്ങൾക്ക് മുസ്ലിം മതവിശ്വാസിയായി ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പം, നിന്റെ വിശ്വാസം മുറുകെ പിടിച്ച് നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യം, നിനക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യം, നിനക്ക് നിന്റെ വിവാഹത്തിന് നിക്കാഹ് നടത്താൻ പറ്റാത്ത സാഹചര്യം, നിനക്ക് നിന്റെ പരിശുദ്ധ റമദാൻ മാസത്തിൽ നോമ്പെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യം, അത്തരം സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യുദ്ധമാവാം. അപ്പോഴും യുദ്ധത്തിൽ പാലിക്കേണ്ട മര്യാദയെ കുറിച്ച് ഇസ്ലാം പറയുന്നു. എന്താ? ശത്രുവിന്റെ കയ്യിൽ ആയുധമില്ലെങ്കിൽ നീ ആയുധം പ്രയോഗിക്കാൻ പാടില്ല. ശത്രു കുടിക്കുന്ന വെള്ളത്തിൽ നീ വിഷം കലർത്താൻ പാടില്ല. ശത്രു നിനക്ക് മുന്നിൽ കീഴടങ്ങിയാൽ അവരോട് നീ പൊറുക്കണം. രാത്രിയിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. ഇതല്ലേ ഇസ്ലാമിലെ യുദ്ധത്തിന്റെ മര്യാദ? ഷാൻ കൊല്ലപ്പെട്ടപ്പം രഞ്ജിത്ത് എന്ന അഭിഭാഷകനെ നിങ്ങൾ വെട്ടിക്കൊന്നു. രഞ്ജിത്ത് എന്ന അഭിഭാഷകന്റെ കയ്യിൽ ആയുധമില്ലായിരുന്നു. നിന്റെ ശത്രുവിന്റെ കയ്യിൽ ആയുധമില്ലെങ്കിൽ ആയുധം പ്രയോഗിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ രഞ്ജിത്തിന്റെ കൈവശം ആയുധമില്ല. NDF പിന്നെയോ രഞ്ജിത്തിന്റെ മാതാവ് നിങ്ങളുടെ കാൽക്കൽ വീണ് കടപേക്ഷിച്ചു, രഞ്ജിത്തിനെ കൊല്ലരുത്, ശത്രു കീഴടങ്ങിയാൽ പൊറുക്കണം. ഇസ്ലാം പറയുന്നു. രാത്രിയിൽ ആക്രമിക്കാൻ പാടില്ല. നിങ്ങൾ ആക്രമിച്ചത് വെളുപ്പാൻ കാലത്ത് നിരായുധനായ മനുഷ്യൻ. ആ നിരായുധനായ മനുഷ്യൻ നിങ്ങളുടെ കാൽക്കൽ വീണ് കടപേക്ഷിച്ച് കൊല്ലരുത്. കാൽക്കൽ വീണ് കടപേക്ഷിച്ച് അരുതേ കൊല്ലരുതേ എന്ന് പറയുന്ന മനുഷ്യനെ കൊല്ലൽ ഇസ്ലാം അനുവദിക്കുന്നതല്ല. എവിടെയാണ് NDF-കാരന് സ്വർഗം? എന്റെ ചോദ്യം SDPIയോട്. ഷാൻ കൊലപാതകം തെറ്റ്. ഷാന്റെ കൊലപാതകം നീതീകരിക്കാൻ സാധിക്കാത്തത് ഇസ്ലാം അസന്നിഗ്ധമായി പറയുന്നു. നീതിയും നിയമവും ഉള്ളിടത്ത് നിയമം കയ്യിലെടുക്കാൻ ഇസ്ലാം അനുവാദം കൊടുക്കുന്നില്ല. ഇസ്ലാമിക ഭരണകൂടത്തിലെ ഖലീഫയാണ് ഉമർ ബിൻ ഖത്താബ്. എല്ലാവർക്കും അറിയുന്നല്ലേ? ഉമർ ബിൻ ഖത്താബിനെ കൊലപ്പെടുത്തി അബൂ ലുലു. ഉമറിന്റെ മകൻ അബൂ ലുലുവിനെ തിരിച്ചു കൊന്നു.
പിന്നീട് ഖലീഫയായി വന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉമറിന്റെ മകനെ ശിക്ഷിച്ചു. എന്നിട്ട് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, നിയമവ്യവസ്ഥകളെടുത്ത് നിയമം കയ്യിലെടുക്കാൻ അവകാശമില്ല. നിയമവ്യവസ്ഥകളെടുത്ത് നിയമം കയ്യിലെടുക്കാൻ അവകാശമില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇവിടെ ഷാൻ കൊല ചെയ്യപ്പെട്ടുവെങ്കിൽ ഇവിടെ നിയമമുണ്ട്. ഷാന്റെ കൊലപാതകളെ പിടിക്കാൻ ഇവിടെ ഒരു ഭരണകൂടമുണ്ട്. പകരം ഷാന്റെ കൊലപാതകത്തിന് ബദൽ രഞ്ജിത്തിനെ കൊല്ലലല്ല. നിങ്ങളുടെ ലക്ഷ്യം വർഗീയ കലാപമാണ്. എന്തായിരുന്നു പ്രവാചകന്റെ ചരിത്രം? പ്രവാചകൻ കടന്നു പോകുന്ന പാതയോരത്ത് പ്രവാചകനെ കാത്ത് സ്ഥിരം നിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യഹൂദ സ്ത്രീയാ. പ്രവാചകൻ നടന്നു വരുമ്പോൾ പണി കാട്ടിട്ട് കൊടുക്കുക, ഇതായിരുന്നു പണി. സ്ഥിരമായി കാട്ടം നിക്ഷേപിക്കുന്ന സ്ത്രീയെ പ്രവാചകൻ കാണാതിരുന്നപ്പോൾ ആ സ്ത്രീയെ തേടി പ്രവാചകൻ അങ്ങോട്ട് പോയി. അല്ല, ആ സ്ത്രീയെ കാണുന്നില്ലല്ലോ, രോഗിയായി കിടക്കുകയായിരുന്നു. തന്റെ ശരീരത്തിൽ എല്ലാ കാലത്തും മാലിന്യം നിക്ഷേപിച്ച സ്ത്രീയെ കാണാതിരുന്നപ്പം അവരെ തേടിപ്പോയ ചരിത്രം, അതാണ് പ്രവാചകന്റെ ചരിത്രം. NDF കേൾക്കുന്നുണ്ടോ? ജമാഅത്ത് ഇസ്ലാമി SDP കേൾക്കുന്നുണ്ടോ? അതാണ് ചരിത്രം. പിന്നെ ഇസ്ലാമിന്റെ ചരിത്രം, പ്രവാചകന്റെ ചരിത്രം വീണ്ടും പറയുന്നു. എന്താ അറിയോ? പ്രവാചകനെ കാത്ത് പ്രവാചകനും സുഹൃത്തുക്കളും തായിഫ് നഗരത്തിലേക്ക് പോവുകയായിരുന്നു. നഗരത്തോടടുത്തെത്തിയപ്പം പ്രവാചകനെ കല്ലെറിഞ്ഞു പരിക്കേൽപ്പിച്ചു. കല്ലേറിൽ പരിക്ക് പറ്റി ബോധരഹിതനായി വീണ പ്രവാചകനോട് അള്ളാഹു മലക്കുകൾ മാലാഖമാർ മുഖാന്തരം ചോദിച്ചു, അല്ലയോ മുഹമ്മദ്, അവരെ ശിക്ഷിക്കണം. അതിന് പ്രവാചകൻ നൽകിയ മറുപടി, അരുത് അരുത് അരുത്, അവരൊന്നും അറിയാത്ത ജനതയാണ്. ഇതാണ് പ്രവാചകൻ. അല്ലാതെ പറഞ്ഞ കൗത്ത് കൊത്തിക്കോന്നല്ല. പകരം പറഞ്ഞത് അവരൊന്നും അറിയാത്ത ജനതയാണ്, അവരെ ശിക്ഷിക്കാൻ പാടില്ല. ഒരു തവണ പ്രവാചകൻ നിസ്കരിക്കുമ്പം പ്രവാചകൻ സുജൂദിലേക്ക് പോയപ്പോ പ്രവാചകന്റെ ശരീരത്തിന്റെ മുകളിൽ കൊണ്ടുപോയി ഒട്ടകത്തിന്റെ കുടൽമാന നിക്ഷേപിച്ചു. പ്രവാചകന് സുജൂദെന്ന് പൊന്താൻ കഴിയുന്നില്ല. സുജൂദെന്ന് എഴുന്നേൽക്കാൻ സാധിക്കാതെ പോയപ്പം മകൾ ഓടി വന്ന് പ്രവാചകന്റെ കൈ പിടിച്ചുയർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പ്രവാചകൻ അമ്മ പാപ്പ അവരെ ശപിക്കൂ, അരുത് അരുതെന്ന് പറഞ്ഞു ഇസ്ലാം. അതാണ് പ്രവാചകൻ. ഇതിലെവിടെയാണ് ഇസ്ലാം ഉള്ളത്? SDP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, ഈ രാഷ്ട്രീയവും ഇസ്ലാമും തമ്മിൽ ഒരു ബന്ധവുമില്ല. SDP-യും ജമാഅത്ത് ഇസ്ലാമിയും മുന്നോട്ട് വെക്കുന്ന ആശയം തീവ്രവാദാശയമാണ്. ആ തീവ്രവാദാശയം ഇസ്ലാമിനെതിരാണ്. ഇസ്ലാം വളർന്നത് എങ്ങനെയാ? ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ പരിശോധിക്കുമ്പം ഇസ്ലാമിന്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചൊരു സന്ധിയുണ്ട്. ആ സന്ധിയുടെ പേര് ഹുദൈബിയ സന്ധി എന്നാണ്. ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് പ്രവാചകനും ശത്രുക്കളും തമ്മിൽ സന്ധിയിൽ ഏർപ്പെടുന്നു. സന്ധിയുടെ ഉള്ളടക്കം പ്രവാചക പക്ഷത്ത് നിന്ന് ആർക്ക് വേണമെങ്കിലും ശത്രുപക്ഷത്തേക്ക് പോകാം, പക്ഷേ ശത്രുപക്ഷത്തിന് ആരെയും ഇങ്ങോട്ടെടുക്കില്ല. ഇതാ സന്ധി. പ്രവാചകന്റെ പക്ഷത്തു നിന്ന് പോയവർ പ്രവാചകന്റെ മഹവുകൾ പാടിപ്പുകഴ്ത്തി. അങ്ങനെയാണ് ഇസ്ലാം വളർന്നത്. അല്ലാതെ കഴുത്തിന് കത്തി വെച്ചിട്ട് മോനെ ഇനി നാളെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വിളിച്ചോളന്നല്ല. അങ്ങനെയല്ല ഇസ്ലാം വളർന്നത്. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. പ്രവാചകൻ പറഞ്ഞു, ലക്കും ദീനിക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. നിങ്ങളുടെ ബിംബങ്ങളെ ആരാധിക്കാൻ എന്നോട് പറയാൻ പാടില്ല, എന്റെ ഏകദൈവത്തെ ആരാധിക്കാൻ ഞാൻ നിങ്ങളോടും പറയില്ല. ഇതാണ് ഇസ്ലാം. ഇസ്ലാമിക മൂല്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് തീവ്രവാദമാണ് ഇസ്ലാം എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുമ്പം ഇവിടെയാണ് ഇസ്ലാമിക പൗരോഹിത്യത്തിന്റെ മതപൗരോഹിത്യത്തിന്റെ ഉത്തരവാദിത്വം കൂടുന്നത്. ഉസ്താദുമാർ, ഖതീബുമാർ, മുസ്ലിം മതപണ്ഡിതന്മാർ ഇസ്ലാം എന്താണെന്ന്, ഇസ്ലാം ജമാഅത്ത് ഇസ്ലാമി പറയുന്നതല്ല ഇസ്ലാം, ലീഗ് പറയുന്നതല്ല ഇസ്ലാം, അതോടൊപ്പം SDP പറയുന്നതുമല്ല ഇസ്ലാം എന്ന് ആളുകളെ പഠിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും, ഇതാണ് ശരിയെന്ന തെറ്റിദ്ധരിക്കപ്പെട്ടു പോവുകയാണ് ഇസ്ലാം. ഇവിടെ ലീഗും ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് ഹുക്കുമത്ത ഇലാഹി, ദൈവിക ഭരണം. ഇന്ത്യയിൽ എങ്ങനെ ആവുക? എന്താണ് ഇന്ത്യ? പഠിക്കണ്ടേ? 7 മതങ്ങൾ, 22 ഭാഷകൾ, 10,000-കണക്കിന് നാട്ടുഭാഷകൾ. നാട്ടുഭാഷ എന്ന് പറഞ്ഞാൽ ബേങ്കീഞ്ഞു വാഞ്ഞോ, മനസ്സിലായി നിങ്ങൾക്ക്? മനസ്സിലാവൂല. അതെന്റെ നാട്ടിൽ മനസ്സിലാവും. വേഗം കീഞ്ഞു പോയിക്കോന്ന് പറഞ്ഞാൽ നിങ്ങളെ നാട്ടിലെ ഭാഷ എനക്കും തിരിയില്ല. ഞാൻ ചിലത് പറയുമ്പോൾ ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിട്ടുണ്ട്. ഇതാണ് ഇന്ത്യ. വൈജാത്യങ്ങളും വൈവിധ്യങ്ങളും വരുന്ന ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ RSS പരിശ്രമിക്കുമ്പം വൈജാത്യങ്ങളും വൈവിധ്യമുള്ള ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കുമെന്ന് പ്രഖ്യാപനം മൗദൂദി നടത്തുന്നു. മൗദൂദിയുടെ പിന്മുറക്കാർ. ഞാൻ ഒരു കാര്യം പറയാം, ഇന്ത്യയിൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഭൗതിക അടിത്തറ ജമാഅത്ത് ഇസ്ലാമിയാണ്.
ഇന്ത്യയിലെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഭൗതിക അടിത്തറ. അവരാണ് ഇവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അവരുടെ കൂടെ ഇപ്പൊ ലീഗ് കെട്ടുപൊട്ടിയ പട്ടായി പോ. ആരാ ഉറപ്പരം പോകും? വൈകുന്നേരം 7:30 മണിയാകുമ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇപ്പൊ അങ്ങനെ ഇല്ല, മുല്ലപ്പൊക്കെ ചൂടി ആൾ നിൽക്കും. ആരാ വരുന്ന ഉറപ്പരം കയറി. അതുപോലെ ലീഗ് ഇപ്പോ ഏത് വർഗീയ സംഘടന വിളിക്കുന്നു അവരോട് പോകും. ആദർശം വല്ലതുണ്ടോ? ജമാഅത്ത് ഇസ്ലാമിയുടെ ആദർശത്തിന്റെ പിറകിൽ ലീഗ് അണിനിരന്നില്ലേ? ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന വർഗീയ രാഷ്ട്രീയം ലീഗ് ഏറ്റെടുത്തില്ലേ? ലീഗ് ഒരു വർഗീയ പാർട്ടി ആയിരുന്നില്ല ഒരു കാലത്ത്. ഇപ്പം മല്ലനെയായി. ലീഗ് എന്ന് പറഞ്ഞാൽ കക്കുക മുക്കുക നക്കുക, അതാ മെയിൻ അജണ്ട. വേറൊന്നുമില്ല. ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണ സമ്മാനം, പൈസ കിട്ടിയാൽ മതി. ഇപ്പം കുറച്ച് മതമൊക്കെ പറയാൻ തുടങ്ങി, വർഗീയത വിറ്റ് ജീവിക്കാൻ തുടങ്ങി. അത് തീവ്ര വർഗീയതയുടെ പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ തീവ്ര വർഗീയതയുടെ പാതയിലേക്ക് ജമാഅത്ത് ഇസ്ലാമി അവരെ വലിച്ചു കൊണ്ടുപോകുമ്പം ലീഗിന്റെ ഒരു വിഭാഗം അതിന്റെ കൂടെ പോകുന്നു. ഞാൻ ഒരു കാര്യം നിയമസഭയിൽ പറഞ്ഞു, ലീഗില്ലാത്ത കേരള നിയമസഭ ഒരു സംശയവും വേണ്ട. ഇപ്പൊ 2 ജില്ലയിൽ നമ്മൾ പൂട്ടിയോറ, കണ്ണൂരും എറണാകുളത്തും. 2026 ആകുമ്പോഴേക്കും കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ്. 2031 നിങ്ങൾ എത്തുള്ളൂ കേട്ടാ. 2031 എത്തുമ്പോഴേക്കും മലപ്പുറത്തിന്റെ ആകാശം ചുവക്കും. ഇടതുപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെടും. കാരണം ലീഗ് മുന്നോട്ട് വെക്കുന്ന വർഗീയ രാഷ്ട്രീയത്തിൽ നിന്നും മനമെടുത്ത് മുസ്ലിം ലീഗിന്റെ അണികൾ ഇടതുപക്ഷ ചേരിയിലേക്ക് ഒഴുകി വരും. നമ്മൾ അവരെ കൂട്ടണം, അണികളെ കൂട്ടണം. അവരൊന്നും അറിയാത്ത ആൾക്കാരാ. അവരോട് പറയണം ലീഗ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സംഗതി പോക്ക. നമ്മൾ നോക്കണം എന്തേനും മലപ്പുറം ഒരു കാലത്ത് ലീഗുകാർ നോമിനേഷൻ കൊടുത്ത് പോക്ക. പിന്നെ അടുത്ത ഇലക്ഷനിൽ വരും. ഇപ്പൊ ഇങ്ങനെ കറങ്ങില്ലേ, വണ്ട് കളിക്കുന്ന പോലെ മണ്ഡലത്തില്. എന്താ കാരണം? ഇവിടെ പുതിയ തലമുറ നമ്മളിലേക്ക് വരികയാ. പഴയ മലപ്പുറമല്ല, മലപ്പുറത്തിന്റെ പച്ച മെല്ലെ മെല്ലെ ചുവക്കാൻ തുടങ്ങി. മലപ്പുറത്തിന്റെ പച്ച പൂർണ്ണമായും ചുവക്കും. കാരണം മുസ്ലിം മത ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തേക്ക് വരുമ്പം ഞങ്ങളെ കുറിച്ച് പറയാ, അല്ലാഹ് ഉറപ്പരം പോണ്ടേ, ഒരു ദീനും ദുനിയാവില്ലാത്ത ആൾക്കാരാ. അപ്പൊ ഒന്ന് അടച്ചു വെക്കും മുസ്ലിങ്ങൾ. അല്ല ഇങ്ങനെ തന്നെയാണോ? ഞാൻ ഇപ്പൊ ഒരു സ്ഥലത്ത് അധ്യക്ഷ പരിപാടിക്ക് അവിടെ അധ്യക്ഷൻ ഹാജിയാറാ. ആലോചിച്ച് നോക്കിയ CPM-ന്റെ വേദിയിൽ അധ്യക്ഷൻ ഹാജിയാർ മാറ്റാണ്. ആ മാറ്റം ചെറുതല്ല. CPIM-ന്റെ വേദിയിൽ അധ്യക്ഷൻ ഹാജി. ഞാൻ പറഞ്ഞല്ല, ഹാജിമാരൊക്കെ ഇപ്പൊ നമ്മൾ അധ്യക്ഷത വഹിക്കുക. അപ്പൊ മാറ്റം ചെറുതല്ല. ഇപ്പൊ വഖഫിന്റെ പേരിൽ കലാപം ഉണ്ടാക്കാൻ നോക്കിയില്ല ഇവര്. എന്തൊക്കെ സഭയിൽ വേണ്ടീന? സഭയിലാകെ പറഞ്ഞ കാര്യം, നിങ്ങൾ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാൻ പാടില്ല. സഭക്ക് പുറത്തിറങ്ങിയിട്ട് നല്ലോണം കയറ്റിവിടാൻ തുടങ്ങി. ഇവര് പറഞ്ഞു, ഇവര് വിചാരിച്ചു പള്ളി കയറിയിട്ട് അങ്ങ് പ്രസംഗിച്ച PMS എല്ലാം ഉണ്ടല്ലോ, പട്ട് നാക്കിനരിയില്ലാത്ത എങ്ങയ്യ എന്തും പറഞ്ഞു. ഇതാ ഞങ്ങൾ വെള്ളിയാഴ്ച പള്ളികളിൽ ഗവൺമെന്റിനെതിരെ പ്രസംഗിക്കും. സാധാരണ 15ാമത്തെ സഫിൽ നിൽക്കുന്ന സഖാക്കൾ 1ാമത്തെ സഫിൽ. അല്ലാഹു അക്ബർ. മിമ്മർ റഹ്മാൻ ഉസ്താദിന്റെ പ്രസംഗം കേൾക്കണല്ലോ, പിണറായിക്കെതിരെ പറയുന്നത് കേൾക്കണല്ലോ. അതുകൊണ്ട് അല്ലാഹു അക്ബർ. ഉസ്താദ് ഇരിഞ്ഞു നോക്കുമ്പോൾ ഇവരെല്ലാം സാധാരണ 15ാമത്തെ സഫിലാണ്. ഇതെന്താ 1ാമത്തെ സഫിൽ വന്ന് നോക്കുമ്പോ എന്താ? ഞങ്ങൾ പറഞ്ഞു, പാർട്ടി കൃത്യമായി പറഞ്ഞു, ഒരു കാരണവശാലും പള്ളികൾക്കകത്ത് സംഘർഷം ഉണ്ടാകാൻ പാടില്ല. പള്ളികൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി മാറരുത്. പള്ളികൾക്കകത്ത് ഒരു കാരണവശാലും രാഷ്ട്രീയം പ്രസംഗിക്കാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞു, പാർട്ടി മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്കകത്ത് 916 ഗ്രാം പരിശുദ്ധിയുള്ള, നിങ്ങളെപ്പോലത്തെ തിരൂർ പൊന്നല്ല, 916 ഗ്രാം പരിശുദ്ധിയുള്ള വിശ്വാസികൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇപ്പോ നിസ്കരിക്കുന്ന, 30 ദിവസം നോമ്പെടുക്കുന്ന, ഹജ്ജും ഉംറയും മാറി മാറി ചെയ്യുന്ന നല്ല ആൾക്കാർ ഇപ്പൊ നമ്മളെ കൂടെ ഉണ്ട്. പഴയ പോലെയല്ല. പഴയത് നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും CPM-ലേക്ക് മുസ്ലിങ്ങളിൽ നിന്ന് ആരെങ്കിലും വന്നാൽ പറയും കാഫർ അബ്ദുള്ള, കാഫർ മമ്മു വിളിക്കും. ഇപ്പൊ അതല്ല. ഇപ്പൊ നല്ല പുതിയ പിള്ളേരെ കിട്ടണമെങ്കിൽ DYFI-കാരെ കിട്ടും. ഇതേതല്ല വഹയമാടപ്പുറത്തുള്ളത്. അതാണ് വ്യത്യാസം. മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ നല്ലതുപോലെ CPM ചേരിയിലേക്ക് വരുന്നു. അപ്പൊ പള്ളിക്കകത്ത് കലാപമുണ്ടാക്കാമെന്ന ശ്രമത്തിന്റെ ഭാഗമായി പള്ളിയിൽ ഞങ്ങൾ വെള്ളിയാഴ്ച ഗവൺമെന്റിനെതിരെ പ്രസംഗം നടത്തുമെന്ന് പ്രഖ്യാപിച്ചപ്പം സമസ്ത ജിഫ്രി മുത്തുകോയ തങ്ങൾ പറഞ്ഞു, നമ്മളെ കിട്ടൂല. കാന്തപുരം ശൈഖുന AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, അതിന് നമ്മളെയും കിട്ടൂല. പിണറായിയുമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ, മുത്തുകോയ തങ്ങൾ പറഞ്ഞു. അപ്പൊ മുത്തുകോയ തങ്ങളെ കൊല്ലുന്നു പറയുന്നത്. ഇപ്പൊ ഇത് എന്ത് പാർട്ടിയാണ് ഇത്? മുത്തുകോയ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മുഖ്യമന്ത്രിയുമായി നല്ല ബന്ധത്തിലാ,
മുഖ്യമന്ത്രിയോട് ഞങ്ങളുടെ ആശങ്കകൾ ഞങ്ങൾ പങ്കുവച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു, വരൂ ക്ലിഫ് ഹൗസിൽ ഇരിക്കാൻ ചർച്ച ചെയ്യാം. AP അബൂബക്കർ മുസ്ലിയാർ നേരത്തെ മുഖ്യമന്ത്രി നല്ല ബന്ധത്തില്ല ഗവൺമെന്റും CPM-ഉമായി. അവരും പറഞ്ഞു, ഞങ്ങൾക്കും സമരമൊന്നുമില്ല, ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചോളാം. അതോടെ ലീഗിന്റെ ബലൂണിലെ കാറ്റം കഴിഞ്ഞു. ഞങ്ങൾ വെള്ളിയാഴ്ചത്തെ സമരം മാറ്റിയിരിക്കുന്നു. അതല്ലേ അതിന്റെ അരിശം തീർക്കാനാ പിന്നീട് കോഴിക്കോട്ട് കടപ്പുറത്ത് വെച്ച് മുൻ MLA മതമാണ് പ്രശ്നം, എന്നിട്ടോ നല്ലോണം കക്കുക. മതമാണ് പ്രശ്നമെങ്കിൽ ഇസ്ലാം പറയുന്നു കട്ടവന്റെ കൈ വെട്ടണം. ഈ ചങ്ങായിക്ക് കൈ ഉണ്ടാവുക? ചങ്ങായിക്ക് എത്ര കൈ വേണ്ട വരും കൊത്തണമെങ്കിൽ? ഇത് ഏടിയല്ല ഒളിപ്പിച്ച് ഇഞ്ചി കൃഷി നടത്തി ഇങ്ങനെ കിട്ടും. അങ്ങനെ നമ്മൾ തുടങ്ങാം. എന്താ വരുമാനം? ഇഞ്ചി കൃഷിക്കാരിങ്ങനെ മോൾപോട്ടൊക്കെ ഇഞ്ചി കൃഷിക്ക് ഇത്ര പൈസയാ. എന്നിട്ട് ചോറ് ചോദിച്ചല്ല ഇഞ്ചി കൃഷിനെ പറ്റി ക്ലാസ് എടുക്കുക നിങ്ങളെ കിട്ടുക ചോദിക്കല്ലേ? ഏടല്ല ക്ലോസറ്റില്, അലമാരയില്, കക്കൂസില് എന്നാ നോട്ട് ഗാന്ധിന്റെ നോട്ടാ. ഇതല്ലേ ലീഗ്? പിന്നെ കാസർഗോട്ട് കമറൂച്ചാനെ കിട്ടിയപ്പോ കണ്ണൂർ ജയിലിലെ തടവുകാർക്ക് വലിയ ഹാപ്പിയാണ്. കാരണം കമറൂച്ചാനോട് മാപ്പിള പാട്ടോട് വൈകുന്നേരം ആകുമ്പോൾ നല്ല പാട്ടാ. കമറൂച്ച് പറഞ്ഞാൽ ഞാനിവിടെ വളരെ ഹാപ്പിയാണ് ജയിലിൽ. കാരണം എന്താ? വൈകുന്നേരം ആകുമ്പോൾ മാപ്പിള പാട്ട്, മുട്ട് ജയിലിൽ പാട്ടുണ്ടാവും. നമ്മളെല്ലാം കിടക്കുന്ന സമയത്ത് ഒരു പാട്ടുകാരൻ കിട്ടി നമുക്ക് വലിയ സന്തോഷമാണ്. കാരണം ഇത് ജയിലിൽ സമയം പോയില്ലല്ലോ. പിന്നെ ജയിലിൽ സമയം വാച്ച് കെട്ടാൻ പറ്റൂല, അതുകൊണ്ട് സമയം തിരികെയില്ല. ഇത് എത്ര മണിയായി? ഒന്നും തിരിയില്ല. രാവിലെ ഉച്ചക്കും രാത്രിയിലും ഒരുപോലെ തന്നെ. അപ്പൊ ഏതെങ്കിലും ഒരു പാട്ടുകാരനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പാട്ട് പഠിക്കും. ജയിലുകാർക്ക് വലിയ സന്തോഷം. അവർ പറഞ്ഞു കമറൂച്ചന്റെ ജാമ്യം ഇപ്പൊന്നും കൊടുക്കരുത്. കാരണം കമറൂച്ച ബദർ പാട്ട് പാടുകയാണ്, കമറൂച്ച മൂസഖാന്റെ പാട്ട് പാടുകയാണ്, കമറൂച്ച പീറിന്റെ പാട്ട് പാടുകയാണ്. ആരെയാ പറ്റിച്ച? ലീഗരെ തന്നെ. എന്താ? സ്വർണം, ജ്വല്ലറിയുടെ പേരിൽ പണം തട്ടി മുങ്ങി. ഇതല്ലേ ലീഗ്? ഇതല്ലേ ലീഗ് പാർട്ടി? സമുദായമായിട്ട് വല്ല ബന്ധമുണ്ടോ? സമുദായവുമായി ബന്ധമുണ്ടെങ്കിൽ സമുദായം കക്കാൻ പറഞ്ഞിട്ടുണ്ടോ? കക്കാൻ പറഞ്ഞിട്ടില്ല. മോഷ്ടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മോഷണവും തട്ടിപ്പും കലയാക്കി മാറ്റിയ പാർട്ടിയല്ലേ ലീഗ്. എന്നിട്ട് പറയും ഞങ്ങൾ ഇതിനൊക്കെ എതിരാ. എന്താ വഖഫിന്റെ? ഞങ്ങൾ വഖഫ് മാന്തും. കാരണം വഖഫിന്റെ ഭൂമി ലീഗിന്റെ നേതാക്കന്മാരുടെയും ലീഗ് സ്ഥാപനങ്ങളുടെയും പേരിലുണ്ട്. അതെല്ലാം വഖഫ് സ്വത്താക്കി ഞങ്ങൾ മാറ്റും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നിങ്ങളിവിടെ ഏക്കറ കണക്കിന് ഭൂമി, ഞാൻ ഇങ്ങോട്ട് വരും പറഞ്ഞു ഏക്കറ കണക്കിന് ഭൂമി ഉണ്ട്, ഇപ്പൊ രേഖയൊന്നുമില്ല എന്നാ പറയുന്നത്. നിങ്ങൾ ഈ പടച്ചോന്റെ മുതല് കട്ട് മുടിക്കുക. പടച്ചോന്റെ മുതല് പടച്ചോന് കൊടുക്കണമെന്ന് പിണറായി പറഞ്ഞാൽ പിണറായി മുസ്ലിമിനെതിരെ. ഇതല്ലേ ലീഗ് വിമർശിച്ചാൽ മുസ്ലിങ്ങൾക്കെതിരെ. ലീഗ് എപ്പോഴാ മുസ്ലിങ്ങളെ മൊത്തക്കച്ചവടക്കാരായത്? സുഹൃത്തുക്കളെ, ഇപ്പൊ കേരളം മതനിരപേക്ഷതക്ക് പേര് കേട്ട നാടാണ്. ഇവിടെ ഇപ്പൊ മുസ്ലിങ്ങൾ മഗ്‌രിബ് നമസ്കാരത്തിന്റെ ബാങ്ക് വിളി വരുമ്പോഴാണ് ഹിന്ദു ഭവനങ്ങളിലെ സന്ധ്യാവിളക്ക് കൊളുത്തുക. ഇതല്ലേ കേരളം? ബാങ്കിന്റെ വിളി കേൾക്കുമ്പം ഹിന്ദു സഹോദരങ്ങൾക്ക് ഓർമ്മ വരും, സഹോദരിമാർക്കാ വിളക്ക് കൊടുത്തേണ്ട സമയമായല്ലോ. ഇതല്ലേ? ഇതാണ് പാരമ്പര്യം. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കും പറഞ്ഞു, ഇപ്പൊ ഇവിടെ 4-5 പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ടൗണിൽ 5-6 പള്ളി ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മാത്രം മൈക്രോഫോണിലൂടെ വിളിച്ചാൽ മതി. എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും പറയാത്ത കേൾക്കാത്ത ഒന്നുമില്ല കേട്ടോ. ഞാൻ ഓൻ്റെ ഉമ്മാക്ക് 5 മക്കളുണ്ടെങ്കിൽ 5 ആളും കഴിക്കണം, ഒരുത്തൻ കഴിച്ചാൽ പോരെ? ചോദ്യ. ഞാൻ പറഞ്ഞപ്പോൾ ഹറാമും, പിന്നീട് പാണക്കാട്ട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞപ്പോൾ ഹലാലുമായി. ഇതല്ലേ? പ്രായോഗികമായി ഞാനൊരു കാര്യം പറഞ്ഞതാ. അതിൻ്റെ മുകളിൽ പറയാത്തതും കേൾക്കാത്തതുമായ ആക്ഷേപശരങ്ങളൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചെറിയൊരു തീപ്പൊരി കിട്ടിയാൽ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ കേരളത്തെ മാറ്റിയെടുക്കാൻ RSS പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അവരുടെ കയ്യിൽ ആയുധമായി മാറാൻ SDPI ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇവിടെയാണ് CPIM പോലുള്ള പ്രസ്ഥാനം വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത്. ഇവിടെ എല്ലാം കുഴപ്പമുണ്ടാക്കുക. വിമോചന സമരം ഇവരെ ലക്ഷ്യമിടുന്നു. ഇപ്പൊ എന്താ? ഇപ്പൊ K-Rail എതിർപ്പ്. K-Rail എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? പിന്നെ പഴയ പോലല്ല K-Railന് ഭൂമി എടുത്തിട്ട് നിങ്ങൾ നടന്നോളി എന്നല്ല പറയല്, മറിച്ച് കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു MLA ആണ്, എന്നോട് പറയാല്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയും, സാധാരണ ഭൂമി എടുക്കരുതില്ല എന്ന് പറഞ്ഞ സഖാവേ, നമ്മളൊരു 3.5 സെന്റ് സ്ഥലമുണ്ട്, നിങ്ങൾ എടുക്കുവാ? ഞാൻ ചെന്തേനും അല്ല, നല്ല വില ഉണ്ടെന്നാ പറഞ്ഞ്. ഹൈവേ ഓരത്തൊക്കെ 10ഉം 12ഉം മാർക്കറ്റ് വാല്യൂല പണം വാങ്ങിക്കുന്ന ഭൂമി വാങ്ങിക്കുന്ന സർക്കാർ. K-Rail പദ്ധതി എന്താ ഉദ്ദേശിക്കുന്നത്? കേരളത്തിന്റെ ഭാവി വികസനത്തിന് ഏറ്റവും പ്രധാനം അടിസ്ഥാന പശ്ചാത്തല വികസനമാണ്.
അടിസ്ഥാന പശ്ചാത്തല വികസനത്തിന് പ്രാമുഖ്യം കൊടുക്കണം. നല്ല റോഡുകൾ ഉണ്ടാവണം, നല്ല പാലങ്ങൾ ഉണ്ടാവണം, ജനങ്ങൾക്ക് യഥേഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ സാധിക്കണം. വേണ്ടേ? റോഡ് ബ്ലോക്ക് കൊടുക്കുമ്പോൾ ആരാ ഇവിടുത്തെ MLA? ഓൻ എന്തിനു കൊള്ളാനാ? ചീത്തല്ലേ? റോഡിന് സ്ഥലം വിട്ടാൻ പറയാ അത് പറ്റൂലേ? അതൊന്നും വിട്ടുതരാൻ പറ്റൂല. ഞങ്ങളെ കുറിച്ച് ഇക്കാലം അത്രയും പറഞ്ഞ ആക്ഷേപം, ഇടതുപക്ഷം വന്നാൽ CPM വന്നാൽ വികസനം ഒന്നും ഉണ്ടാവില്ല, കുറച്ച് പൈസ കിട്ടും, സാമൂഹ്യക്ഷേമ പെൻഷൻ, ഇതല്ലേ പറഞ്ഞേ? അത് മാറിയില്ലേ? ഞാൻ ഒരു കാര്യം പറയാം, 2026 എത്തുമ്പോഴേക്കും അങ്ങ് മഞ്ചേശ്വരം മുതൽ ഇങ്ങ് കളിയിക്കാവള വരെ 6 വരി പാതകൾ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു. കേരളത്തിന്റെ ഭാവി ചരിത്രം പഠിക്കുമ്പോൾ അത് സ്ഥാപിച്ചത് പിണറായി വിജയൻ എന്ന ഇച്ഛാശക്തിയുള്ള മുഖ്യമന്ത്രിയുടെ പേരാ. വേണ്ടേ റോഡ്? ഞാൻ 2 മണിക്ക് പുറപ്പെട്ടതാണ്. നിങ്ങൾ ഇങ്ങനെ പണിയിരുന്നു ഞാനും വിചാരിച്ചിട്ടില്ല. മാഷൊക്കെ വന്ന് വിളിക്കുമ്പോൾ സഖാവേ നമുക്ക് ഒരു 5-5:30 എന്നൊക്കെ പറഞ്ഞിട്ട്, എനക്കറിയാം ഇത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് കുടുങ്ങിയല്ലോ, പോകാനും കഴിയില്ലല്ലോ. പിന്നെ വന്നാൽ പറയും സഖാവേ ബാങ്ക് കഴിഞ്ഞേ തുടങ്ങാൻ പറ്റും. ഞാൻ ഈ 5 എന്ന് കേട്ടുകൊണ്ട് ഇനിയിപ്പോൾ അഥവാ എന്നെ കാത്ത് നിങ്ങൾ നിൽക്കും മുഷിയുണ്ടാകുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ ഇങ്ങ് വന്ന്. എത്ര സമയം എടുക്കുന്നത്? 100 കിലോമീറ്ററില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ എൻ്റെ പ്രസംഗം നിൽക്കുന്ന കുറെ പ്രവാസികൾ ഉണ്ടാവുമല്ലോ. ഞാനും ഗൾഫിൽ പോയതാ. 300-400 കിലോമീറ്റർ, ആകെ 2 മണിക്കൂർ വേണ്ട. ഇവിടെയോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു കമന്റാ കണ്ണൂരിന് അറിയില്ല ജോഗ്രഫി, എന്നാലും ഞാൻ പറയാം. സഖാവേ 1 ഡേ ടൂർ പോകാൻ പറ്റിയ സ്ഥലമുണ്ടോ? ഫേസ്ബുക്കിലെ കമന്റ്, കണ്ണൂരിൽ നിന്ന് രാവിലെ വളവട്ടണത്തേക്ക് പുറപ്പെട്ടാൽ മതി, അപ്പോഴത്തേക്ക് 1 ദിവസമാകും. ഇതല്ലേ സ്ഥിതി? ഗതാഗത കുരുക്കല്ലേ പരിഹാരം ഉണ്ടാവണ്ടേ? ദേശീയ പാതകൾ വേണ്ടേ? ദേശീയ പാതകൾ വികസിക്കണ്ടേ? അപ്പോഴേക്കും അവിടെ ജമാഅത്ത് ഇസ്ലാമിയും ലീഗും കലക്കന്നാസ് ഉണ്ടാക്കാൻ വന്നു. അടി നല്ലോണം കിട്ടിയപ്പം പോയി. പിന്നെ ഇവർക്ക് ഈ അടിപേടി കേട്ടാ, ഇവർ ഈ ബമ്പത്തരൊക്കെ അളക്കുന്നൊരു അടി. ഇവർക്ക് ഈ മണിയറയിൽ കിടന്ന് ശീലമല്ലോ, ജയിലിൽ കിടന്ന് ശീലമുണ്ടാ. അടി കിട്ടിയപ്പോൾ ഓട്ടാവൂല. എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ MSFകാരൻ്റെ ഓട്ടോറിക്ഷ ഓട്ടേക്കിട്ട് ഓടി അടി പൊട്ടിയാലും. അവൻ്റെ പ്രസംഗം എന്തായിരുന്നു അറിയാം? ബഷീർ കുഞ്ഞിപ്പ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വീരവാദം. ഞാൻ തരക്കേടില്ലല്ലോ അവന്. ഞാനിങ്ങനെ TV കാണുക. ഒന്നാം നമ്മുടെ LDF സർക്കാരിൽ ഒരു ചെറുപ്പക്കാരൻ തങ്ങളാ തൊപ്പിയൊക്കെ വെച്ച് ഭയങ്കര വെല്ലുവിളിയാ. ഞങ്ങളൊരു കാര്യം പറയാം, ഇത് ബഷീർ കുഞ്ഞിപ്പാന്റെ പ്രസ്താവന എന്നൊക്കെ പറഞ്ഞു. ഓ ഞാൻ പറഞ്ഞു ഉഷീരുണ്ടല്ലോ. പിന്നെ നോക്കും മോട്ടോർസൈൻ ഓവർടേക്കിട്ട് അവൻ ഓടുന്നത്. പോലീസ് BP വിളിച്ചല്ല, മറ്റേ സൈറൺ അടി, മറ്റേ ആംബുലൻസിന്റെ സൈറൺ അടി കേട്ടിട്ട് ഓടിയത്. ഇതല്ലേ ലീഗ്? ദേശീയപാത വികസിക്കണം. ഇപ്പൊ എന്താ ലക്ഷ്യമിട്ടിരിക്കുന്നത്? ഇവരിപ്പോ മനസ്സിലാക്കി എന്താ ഇവരുടെ മാനസികാവസ്ഥ? ദാസന്റെയും വിജയന്റെയും മാനസികാവസ്ഥ നിങ്ങൾ കണ്ടില്ല? നാടോടിക്കാറ്റ് സിനിമ, ശ്രീനിവാസനും മോഹൻലാലും ദാസനും വിജയനും കമ്പനിയിൽ നിന്ന് പുറത്താക്കിയിട്ട് കമ്പനീന്റെ പോർട്ടിക്കോയിൽ നിന്നിട്ട് ദാസനും വിജയനും വിളിക്കുന്ന മുദ്രാവാക്യം, ഈ കമ്പനി മുടിഞ്ഞു പോട്ടെ, ഈ കമ്പനി നശിച്ച് നാരായണത്തളയി പോട്ടെ. അതുപോലെ ഇപ്പൊ സതീശനും കുഞ്ഞാലിക്കുട്ടിയും ഞങ്ങളെ ജയിപ്പിച്ചില്ലല്ലേ, എന്നാ പിന്നെ നാട് നശിച്ചു പോട്ടെ. നിങ്ങളുടെ കാലത്ത് വിഭാവനം ചെയ്തത് ഹൈ സ്പീഡ്, ഞങ്ങൾ സെമി ഹൈ സ്പീഡ്. ഹൈ സ്പീഡാണോ സെമി ഹൈ സ്പീഡാണോ? സെമി ഹൈ സ്പീഡല്ലേ താരതമ്യേന കുറവ്. അപ്പൊ അത് പറ്റൂല. അതിന്റെ പേരിൽ ഇങ്ങനെ കലക്കന്നാസാക്കുക, ഇങ്ങനെ തിരിപ്പാക്കി വിടുക ആൾക്കാരെ. പരിസ്ഥിതിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ലീഗിനേക്കാൾ ആശങ്കയുള്ളവരെ ഞങ്ങളുടെ പാർട്ടി തന്നെ പഠിപ്പിക്കുന്നു പ്രകൃതി സ്നേഹത്തെക്കുറിച്ച്. മാർക്സിന്റെ പുസ്തകങ്ങൾ, എംഗൽസിന്റെ പുസ്തകങ്ങൾ, മാർക്സിയൻ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ വളരെ കൃത്യമായി പറയുന്നു പ്രകൃതിയെ സംരക്ഷിക്കണം. അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് CPM വ്യതിചലിക്കുമോ? ഇവിടെ കേരയിൽ പദ്ധതിയെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തി. എന്തിനാ? കേരളം ഭൂപ്രകൃതിയാൽ സമ്പന്നമായ നാടാണ്. ഇവിടെ വിദേശ ടൂറിസ്റ്റുകൾ വരണം. വിദേശ ടൂറിസ്റ്റുകൾ വരണമെങ്കിൽ ഏറ്റവും അനിവാര്യം അവർക്ക് അടിസ്ഥാന പശ്ചാത്തല വികസനമാണ്. ആ അടിസ്ഥാന പശ്ചാത്തല വികസനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പറഞ്ഞ കേരളയിലും ദേശീയവാദിയും തുടങ്ങാൻ ശ്രമിച്ചത്. അപ്പോഴേക്കും അതിന് പാന വെക്കാൻ ശ്രമിക്കുക. അതിനെതിരെയുള്ള മഹാസഖ്യത്തിൽ വിമോചന സമരം തികട്ടി വരുന്നവർ വീണ്ടും ഒത്തുചേരുന്നു. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, 57 അല്ല 2021 വിമോചന സമരം ലീഗ് സ്വപ്നം കണ്ടാൽ അത് ഈ കേരളത്തിൽ നടക്കില്ല എന്ന് വിനയത്തോടെ അവർ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ പിണറായി വിജയനും ഇടതുപക്ഷവും വികസനവുമായി മുന്നോട്ട് പോകും. ഈ നാടിനെ ഐശ്വര്യ സമ്പൂർണമാക്കി മാറ്റാൻ ആ വികസന പ്രക്രിയക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. വർഗീയത വന്നാൽ പിന്നെ രക്ഷയില്ല. നാം മനസ്സിലാക്കണം, ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ, ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ കർണാടകയിൽ പോലും ഈ ക്രിസ്മസ് കരോൾ ദിനത്തിൽ ക്രൈസ്തവ ആരാധനാലയങ്ങൾ ആക്രമിച്ചു. ഉത്തരേന്ത്യക്കകത്ത് നടക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാ.
ഒന്നാം NDA സർക്കാരിൽ മുസ്ലിങ്ങൾക്ക് നേരെ മാത്രമായിരുന്നു അക്രമമെങ്കിൽ രണ്ടാം NDA സർക്കാരിൽ ക്രിസ്ത്യാനികൾക്ക് നേരെയും ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഈ രാജ്യത്ത് ഉന്മൂലനം ചെയ്യാൻ ആസൂത്രിത ശ്രമവുമായി സംഘപരിവാർ മുന്നോട്ട് പോകുമ്പോൾ അരുതെന്ന് പറയാൻ കോൺഗ്രസിന്റെ നാവ് പൊന്തുന്നില്ല. അവരെയാണ് ലീഗ് താങ്ങുന്നത്. രാഹുൽ ഗാന്ധി നിങ്ങളെ മലപ്പുറത്തിന്റെ ചില ഭാഗത്ത് MLA MP എന്താ പറഞ്ഞ, ഞങ്ങളാണ് യഥാർത്ഥ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ സാധിക്കുന്നവർ. രാഹുൽ ഗാന്ധി നെഹ്റുവിന്റെ പുസ്തകം ഒന്നെടുത്ത് വായിക്കണം. നെഹ്റു ആരാണെന്ന്, തന്റെ മുതുമുത്തച്ഛൻ ആരാണെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവണം. രാഹുൽ ഗാന്ധി അങ്ങനെ തയ്യാറായിരുന്നുവെങ്കിൽ അത്തരം അബദ്ധമായ പരാമർശം അദ്ദേഹം നടത്തുമായിരുന്നില്ല. നെഹ്റുവിന്റെ ചരിത്രം എന്താ അറിയോ? നെഹ്റുവിന്റെ ചരിത്രം 949 ബാബറി മസ്ജിദിനകത്ത് അനധികൃതമായി രാമവിഗ്രഹം കൊണ്ടുപോയി സ്ഥാപിച്ചു ചിലർ. പ്രധാനമന്ത്രി നെഹ്റു അറിഞ്ഞപ്പം അന്നത്തെ UP മുഖ്യമന്ത്രി ഗോവിന്ദ വല്ലഭായ് പന്തിനോട് നെഹ്റു പറഞ്ഞ കാര്യം, അവിടെ സ്ഥാപിച്ച രാമവിഗ്രഹം കൊണ്ടുപോയി സരയൂ നദിയിൽ ഒഴുക്കുന്ന. അതാണ് നെഹ്റു, അതായിരുന്നു കോൺഗ്രസ്. ആ കോൺഗ്രസ് നെഹ്റുവിന്റെ ആശയങ്ങൾ വ്യതിചലിച്ചു. ഇന്ന് RSSന്റെ B ടീമായി മാറാൻ ശ്രമിക്കുമ്പം ആ B ടീം ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ RSS കലാപമായി പൊട്ടി പുറപ്പെടുമ്പം അതിനെതിരെ അക്ഷരം പോലും മിണ്ടാൻ തയ്യാറാവുന്നില്ല. UPയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാ. ആ തെരഞ്ഞെടുപ്പിനകത്ത് UPയിൽ നേതൃത്വം കൊടുക്കാൻ നിങ്ങൾ സൽമാൻ ഖുർഷിദിന് നേതൃത്വം ഏൽപ്പിക്കോ? കോൺഗ്രസിന്റെ മുസ്ലിം മുഖങ്ങൾ സൈലന്റ് ചെയ്യപ്പെടുന്നു. കാരണം കോൺഗ്രസിലെ മുസ്ലിം മുഖങ്ങൾ ഉയർത്തിക്കാട്ടിയാൽ ഹിന്ദു വോട്ടുകൾ കിട്ടിയില്ലെങ്കിലോ എന്ന് ഭയന്ന് മുസ്ലിം മുഖങ്ങളെ പൂർണ്ണമായി മാറ്റി നിർത്തി തീവ്ര ഹിന്ദുത്വത്തിന് ബദൽ മൃദു ഹിന്ദുത്വമാണ് എന്ന പ്രഖ്യാപനത്തോടെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. കോൺഗ്രസ് കർഷക സമരത്തിന് പാഠം പഠിക്കണം. എന്താ കർഷക സമരത്തിന്റെ വിജയം? 500-ലേറെ കർഷക സംഘടനകൾ 1 വർഷം ത്യാഗനിർഭരമായ സമരത്തിന് ഡൽഹിയുടെ അതിർത്തിയിൽ നേതൃത്വം കൊടുത്തപ്പം അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, വർഗീയത കുത്തിവെക്കാൻ ശ്രമിച്ചു RSS. അവരെ രാജ്യദ്രോഹികളാക്കി മുദ്രകുത്താൻ ശ്രമിച്ചു നരേന്ദ്രമോദിയും കൂട്ടാളികളും. ജാതി ചിന്ത വളർത്തിയും വർഗീയ ചിന്ത പ്രചരിപ്പിച്ചും രാജ്യദ്രോഹ മുദ്രകുത്താൻ ശ്രമിച്ചിട്ടും അവിടെ വർഗചിന്തക്ക് പകരം, വർഗീയ ചിന്തക്ക് പകരം അവരുടെ ഉടയിൽ വർഗബോധം ഉയർന്നു. കർഷകരെന്ന വർഗബോധം. അപ്പോ വർഗബോധമാണ് ഉയരേണ്ടതല്ലെന്ന്, വർഗീയതയല്ല. RSS മുന്നോട്ട് വെക്കുന്ന വർഗീയതക്ക് ബദൽ മതനിരപേക്ഷ രാഷ്ട്രീയമാണെന്ന് കർഷക സമരത്തിന്റെ വിജയത്തിലെങ്കിലും മോഡി പഠിക്കാൻ തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞ് കേരളത്തെ കലാഭൂമിയാക്കി മാറ്റാൻ RSSും SDP-യും ജമാഅത്ത് ഇസ്ലാമിയും ലീഗും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെയും മയ്യത്തിന്റെ മുകളിൽ കയറുന്നു മാത്രമേ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഴുവൻ സഖാക്കളെ അഭിവാദ്യം ചെയ്ത് ഞാൻ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുകയാണ്.